ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ സിത്താര കാത്തിരിക്കുന്നു. അധ്യായം 1. ഡൽഹിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് അരമണിക്കൂർ വൈകിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. ദീപ്തിയെ സ്വീകരിക്കാൻ ബൊക്കെയുമായി ജയരാമൻ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ഡാഡി. അയാളെ കണ്ട് അവൾ ഓടി വന്നു. കൺഗ്രാറ്റുലേഷൻസ് മോളെ, ഐ എം പ്രൗഡ് ഓഫ് യു. അയാൾ അവൾക്ക് ബൊക്കെ കൊടുത്തിട്ട് കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് എൻ്റെ മാത്രം എടുക്കല്ല ഡാഡി. എൻ്റെ വിജയത്തിന് പിന്നിൽ ഡാഡിയുമുണ്ട്. ഡാഡിയുടെ സപ്പോർട്ട്, പ്രാർത്ഥന, സ്നേഹം അതൊക്കെ എന്നും ഉണ്ടാകും. ഈ ലോകത്ത് നീയല്ലാതെ എനിക്ക് വേറാരാണുള്ളത് മോളെ സ്നേഹിക്കാൻ? ഉണ്ടാകുമായിരുന്നു, പക്ഷേ ഡാഡി വേണ്ടെന്ന് വെച്ചിട്ടല്ലേ? അവളുടെ ചുണ്ടുകളിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. മതി, അതേക്കുറിച്ചുള്ള ഡിസ്കഷൻ എന്നേ നമ്മൾ അവസാനിപ്പിച്ചതാ. നിനക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ മോളെ? കോഫി? ഒന്നും വേണ്ട, വീട്ടിലേക്ക് പോയാൽ മതി. ബാഗേജ് കിട്ടുന്നതുവരെ അവർ സംസാരിച്ചു നിന്നു. ജീൻസും ടോപ്പുമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. ആ വേഷത്തിൽ അവൾ മെലിഞ്ഞ സുന്ദരിയായിരുന്നു. ഏതു വേഷത്തിലും സുന്ദരിയാണ് ദീപ്തി. ഡാഡിയുടെ വക സമ്മാനം കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് ഫോണിൽ പറഞ്ഞല്ലോ. എന്താണത്? കാർ പാർക്കിലേക്ക് നടക്കുമ്പോൾ അവൾ ചോദിച്ചു. വീട്ടിൽ ചെല്ലുന്നതുവരെ ക്ഷമിച്ചുകൂടെ മോൾക്ക്? തീർച്ചയായും, പക്ഷേ ഒരു ക്യൂരിയോസിറ്റി, അത്രയുള്ളൂ. എയർപോർട്ടിനു വെളിയിൽ പാർക്ക് ചെയ്തിരുന്ന അനേകം കാറുകളിലൊന്ന് രാജീവിൻ്റേതായിരുന്നു. കാറിനുള്ളിലിരുന്നു കൊണ്ട് ഹാൻഡിക്യാമിൻ്റെ വ്യൂ ഫൈൻഡറിലൂടെ അയാൾ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്ന ജയരാമിനെയും ദീപ്തിയെയും കാണുകയായിരുന്നു. വീഡിയോ ക്യാമറയിൽ അയാൾ ആ ദൃശ്യം മുഴുവൻ ഒപ്പിയെടുത്തു. ഇടയ്ക്ക് ക്യാമറ അവളുടെ മുഖത്തേക്ക് സൂം ചെയ്തു. സൗമ്യവും ദീപ്തവുമായിരുന്നു അവളുടെ മുഖം. ജയരാമനും ദീപ്തിയും അവരുടെ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. ബാക്ക് ഡോർ തുറന്ന് അയാൾ ബാഗേജ് സീറ്റിലേക്ക് വെച്ചു. ഡാഡി, ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ? കൊച്ചുകുട്ടിയുടെ ഉത്സാഹവും കൗതുകവും ഉണ്ടായിരുന്നു അവളുടെ ചോദ്യത്തിൽ. തീർച്ചയായും. അയാൾ കാറിൻ്റെ ചാവി അയാൾക്ക് കൊടുത്തു. അവൾ ഡോർ തുറന്ന് സീറ്റിലിരുന്നു. എന്നിട്ട് സീറ്റ് ബെൽറ്റ് ധരിച്ചു. ഡൽഹിയിൽ മോൾ ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ലേ? കൊള്ളാം, നടത്താതിരിക്കുമോ? വീട്ടിൽ ചെല്ലട്ടെ, കാണിച്ചു തരാം, അവൾ പറഞ്ഞു. ശരിക്കും ആസ്വദിച്ചാണ് ദീപ്തി കാർ ഡ്രൈവ് ചെയ്തത്. വാഹനങ്ങൾക്കിടയിലൂടെ അതങ്ങനെ ഒഴുകിപ്പോയി. അല്പം പിന്നിലായി രാജീവിൻ്റെ കാറുണ്ടായിരുന്നു. അടുത്ത കൊല്ലം ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സാവും. അത് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ഡാഡിയുടെ പ്ലാൻ എന്താണ്? അവൾ ചോദിച്ചു. നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തും. കല്യാണം കഴിപ്പിച്ചുവിടാൻ വേണ്ടിയാണോ എന്നെ എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചത്? പരിഭവത്തോടെ അവൾ ചോദിച്ചു. അല്ല, പക്ഷെ കല്യാണവും ആവശ്യമല്ലേ? അത് നടത്തുക എന്നതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. എനിക്ക് MCA വേണമെന്നുണ്ട്. അതും കഴിഞ്ഞ് ജോലിയും കിട്ടിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഞാനൊരു ഗ്രാൻഡ് പാ ആകാൻ ഇനി എത്രനാൾ കാത്തിരിക്കണം? അയാൾ ദുഃഖം ഭാവിച്ചു. പോ ഡാഡി. അവൾ അയാളുടെ കൈത്തണ്ടയിൽ നാണത്തോടെ നുള്ളി. അയാൾ പൊട്ടിച്ചിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ കൃഷ്ണേട്ടൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വേഗം കുളിച്ചിട്ട് വരാമെങ്കിൽ ചോറ് തരാം. മോൾക്കു വേണ്ടി പ്രത്യേകം പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കൃഷ്ണേട്ടൻ, അയാൾ അറിയിച്ചു. എങ്കിൽ ഇപ്പോൾ കുളിക്കുന്നില്ല കൃഷ്ണേട്ട, ആദ്യം പാൽപ്പായസം, അത് കഴിഞ്ഞു മതി മറ്റെന്തും, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. കൃഷ്ണേട്ടൻ ചോറെടുത്തു വെച്ചു. നല്ല വെജിറ്റേറിയൻ സദ്യയായിരുന്നു അത്. കൃഷ്ണേട്ട, രാത്രിയിൽ ഞങ്ങൾ ഭക്ഷണത്തിനുണ്ടാവില്ല കേട്ടോ, ജയരാമൻ പറഞ്ഞു. ദീപ്തി തലതിരിച്ച് അയാളെ നോക്കി. നമ്മൾ എവിടെ പോകുന്നു ഡാഡി? എൻ്റെ മോളെയും കൊണ്ട് ഞാനിന്ന് താജിൽ ഡിന്നർ കഴിക്കാൻ പോകുന്നു, അയാൾ പ്രഖ്യാപിച്ചു. ഓ ഡാഡി, ഹൗ സ്വീറ്റ് യു ആർ. ഭക്ഷണം കഴിഞ്ഞിട്ട് അവർ ജയരാമൻ്റെ മുറിയിലേക്ക് പോയി. ഡാഡിക്ക് അന്ധവിശ്വാസം ഇത്തിരി കൂടുതലാണെന്ന് മോൾ പറയുമായിരിക്കും. പക്ഷേ 2 ദിവസം മുൻപ് ഡാഡി ജ്യോതിഷിയെ കാണാൻ പോയിരുന്നു. നിനക്ക് വേണ്ടി. എനിക്ക് വേണ്ടിയോ? മനസ്സിലാകാത്ത മട്ടിൽ അവൾ അയാളെ നോക്കി. അതെ, നിന്റെ ഭാവിയെക്കുറിച്ച് അറിയാൻ. ഇനി വരാൻ പോകുന്നത് നിനക്കത്ര നല്ല സമയമല്ലെന്ന അദ്ദേഹം പറഞ്ഞത്. ദീപ്തി അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അനേകായിരം കോടി കിലോമീറ്റർ അകലെയുള്ള ശനിയും ബുധനും ചൊവ്വയുമൊക്കെ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യപ്രാണികളുടെ ഭാഗധേയങ്ങൾ നിർണയിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല ഡാഡി. സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പാവം ഗ്രഹങ്ങളല്ലേ അവർ. നീ ഇത് തന്നെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഡാഡിയുടെ സമാധാനത്തിനു വേണ്ടി നീയൊരു കാര്യം ചെയ്യണം. എന്താണ്? ജയരാമൻ ഭിത്തി അലമാര തുറന്ന് ചെറിയ ഒരു ആഭരണ പെട്ടിയെടുത്ത് അവൾക്ക് കൊടുത്തു. എന്താണെന്ന് നോക്ക്. ദീപ്തി അത് തുറന്നു നോക്കി. പച്ച നിറത്തിലുള്ള വൈരക്കല്ല് പതിച്ച മനോഹരമായ സ്വർണ്ണ മോതിരമായിരുന്നു അത്. ഹായ്, ബ്യൂട്ടിഫുൾ, അവൾ പറഞ്ഞു.
മരതകമാണ് നിന്റെ ജന്മനക്ഷത്രക്കല്ല്. ഇത് മോളിനി എപ്പോഴും വിരലിൽ ധരിക്കണം. ആപത്തുകളൊക്കെ ഒഴിഞ്ഞു പോകും. ആപത്തുകളെ ഒഴിവാക്കാനുള്ള മന്ത്രശക്തിയൊന്നും ഇല്ലെങ്കിൽ പോലും ഈ മോതിരം എപ്പോഴും എൻ്റെ വിരലിൽ കാണും ഡാഡി. കാരണം എനിക്ക് ഈ മോതിരം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ബോക്സിൽ നിന്ന് അതെടുത്ത് അവൾ വലത്തെ കൈയിലെ മോതിര വിരലിൽ അണിഞ്ഞു. നിനക്ക് വേണ്ടി പ്രത്യേകം പൂജിച്ച മോതിരമാണിത്. അതുകൊണ്ട് അതിൻ്റേതായ ശക്തിയുണ്ട്. നഷ്ടപ്പെടുത്തരുത് ഒരിക്കലും. ഇല്ല ഡാഡി, താങ്ക് യു വെരി മച്ച്. ഇനി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ മോളെ, ഡാഡി ഓഫീസിലേക്ക് പോവുകയാണ്. ദീപ്തി അവളുടെ മുറിയിലേക്ക് ചെന്നു. സുഖമായി ഒന്നുറങ്ങണം. നാളെ രാവിലെ തിരുവനന്തപുരത്തിന് പോകേണ്ടതാണ്. മെത്തയിലേക്ക് കിടന്നിട്ട് കൈ ഉയർത്തി അവൾ പച്ചക്കല്ല് പതിച്ച മോതിരത്തിൽ ഉറ്റുനോക്കി. എന്താപത്താണ് എന്നെ കാത്തിരിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ ഈ ജന്മനക്ഷത്രക്കല്ലിന് കഴിയുമോ? അവൾക്കറിയില്ലായിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞ വീഡിയോ ദൃശ്യം 10ാമത്തെ തവണ കണ്ടുകൊണ്ട് രാജീവ് ഇരുന്നു. എയർപോർട്ടിൻ്റെ അറൈവൽ കൗണ്ടറിൽ നിന്നിറങ്ങി ജയരാമനോടൊപ്പം ചുറുചുറുക്കോടെ ദീപ്തി നടന്നു വരുന്നു. അവർ എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അവളുടെ ചുമലിൽ ഇടതുകൈ വച്ചുകൊണ്ടാണ് ജയരാമൻ നടക്കുന്നത്. അയാളുടെ വലതുകൈയിൽ നീല നിറത്തിലുള്ള ബാഗ് തൂക്കിയിട്ടുണ്ട്. വെയിലിൽ അവളുടെ മനോഹരമായ മുടി ഇളകുന്നുണ്ട്. ക്യാമറ ദീപ്തിയുടെ മുഖത്തേക്ക് സൂം ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ മുഖം മാത്രം. ഓവൽ ആകൃതിയാണ് അവളുടെ മുഖത്തിന്. വലിയ കണ്ണുകൾ, ഭംഗിയുള്ള മൂക്ക്, അല്പമൊന്ന് വിടർന്ന ചുണ്ടുകൾ, താടിയിൽ മുഖക്കുരു. ജയരാമൻ്റെ സർവസ്വമാണ് ദീപ്തി. സാവിത്രി എന്ന അമ്മയുടെ സർവസ്വമായിരുന്നു സിത്താര എന്ന മകൾ. കൊല്ലാതെ കൊല്ലണം ദീപ്തിയെ. എങ്കിലേ ആ അമ്മ അനുഭവിച്ച വേദനയുടെ പകുതിയെങ്കിലും അയാൾ അറിയൂ. രാജീവ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് കണ്ണുകളെടുക്കാതെ ഇടതു കൈകൊണ്ട് ഗ്ലാസ്സിലെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ മിസ് താര മാധവാണ്. എന്തിനാണ് ആ സ്ത്രീ വിടാതെ ഇങ്ങനെ പിന്നാലെ കൂടിയിരിക്കുന്നത്? ഹലോ ഹലോ രാജീവ്, ഉറങ്ങാൻ കിടന്നില്ലല്ലോ? താര മാധവ് ചോദിച്ചു. ഇല്ല മാഡം, ഞാനിപ്പോൾ ടെറസിലിരുന്നു കൊണ്ട് ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങൾ കാണുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് രാജീവിനെ ഓർമ്മ വന്നു. അതാണ് വിളിച്ചത്. സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പിശകുണ്ടെന്ന് അയാൾക്ക് തോന്നി. സത്യത്തിൽ എന്താണ് ഈ സ്ത്രീയുടെ മനസ്സിലിരിപ്പ് അറിയണമല്ലോ. നക്ഷത്രങ്ങൾ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഓർമ്മ വന്നത്? അവളുടെ അതേ സ്വരത്തിൽ അയാൾ ചോദിച്ചു. രാജീവിൻ്റെ കണ്ണുകൾ 2 നക്ഷത്രങ്ങളാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അയാൾ വെറുതെ ചിരിച്ചു. പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടിയോട് ഇതേ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അവളെ സന്തോഷിപ്പിക്കാൻ. അയാൾ നുണ പറഞ്ഞു. ഞാൻ പറഞ്ഞത് സന്തോഷിപ്പിക്കാനല്ല, ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. എന്തു തരത്തിലുള്ള ഇഷ്ടം? എല്ലാ തരത്തിലുമുള്ള ഇഷ്ടം. താര മാധവിൻ്റെ സ്വരം വികാരലോലമാവുന്നത് അയാൾക്ക് അറിയാൻ കഴിഞ്ഞു. ഇഷ്ടം മനസ്സിനോടോ ശരീരത്തിനോടോ? ചോദ്യം അയാൾ കുറെ കൂടി വ്യക്തമാക്കി. 2നോടും ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഉദ്ദേശം. അയാൾ മനസ്സിൽ ഒന്ന് ചിരിച്ചു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. രാജീവ് കാര്യത്തിലേക്ക് കടന്നു. നമ്മളൊന്നിച്ച് മൂന്നാറിൽ 2 ദിവസം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് എന്തു പറയുന്നു? തിരക്കുകളിൽ നിന്ന് ആരും അറിയാതെ നമ്മൾ മുങ്ങുന്നു. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ 2 ദിവസം. നല്ല ഐഡിയ, രാജീവ് പ്രോത്സാഹിപ്പിച്ചു. എങ്കിൽ ഡേറ്റ് രാജീവ് തീരുമാനിച്ചോളൂ. ഈ വീക്കെൻഡ് ഞാൻ ഫ്രീയാണ്. അവൾ സന്നദ്ധത അറിയിച്ചു. പക്ഷേ ഞാൻ ഫ്രീയല്ല. എങ്കിൽ നെക്സ്റ്റ് വീക്ക്. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. അത് മതി. ഐ ക്യാൻ അഷ്വർ യു ഇറ്റ് വിൽ ബി ആൻ അൺഫർഗറ്റബിൾ ട്രിപ്പ്. ഐ ഹോപ്പ് സോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് രാജീവ്. അയാൾ ഫോൺ വെച്ചിട്ട് കസേരയിലേക്ക് ചാരി ഒരു നിമിഷം ഇരുന്നു. താര മാധവ് ഇതുപോലെ എത്ര ചെറുപ്പക്കാരോട് പറഞ്ഞിട്ടുണ്ടാവും? അവൾ ആരുടെയൊക്കെ കൂടെ എവിടെയൊക്കെ പോയിട്ടുണ്ടാവും. കൊച്ചിയിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടണം. അതോടൊപ്പം താര മാധവിൽ നിന്നും. ലൈറ്റ് അണച്ച് രാജീവ് ഉറങ്ങാൻ കിടന്നു. പെട്ടെന്നൊന്നും അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സിതാരയെക്കുറിച്ചുള്ള ഓർമ്മകൾ അയാളുടെ മനസ്സിൽ വന്നു നിറഞ്ഞു. അവളുടെ നോട്ടം, ചിരി, സംസാരം. ഇനി എല്ലാം വെറും ഓർമ്മകൾ മാത്രം. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ ചെന്ന് അയാൾ രാജിക്കത്ത് തയ്യാറാക്കി. രാജിവെച്ച് പോകുമ്പോൾ 1 മാസം മുൻപേ അറിയിപ്പ് കൊടുക്കണമെന്നാണ് കമ്പനി നിയമം. പകരമുള്ള ആളെ കണ്ടെത്തി നിയമിക്കാനാണ് 1 മാസത്തെ സമയം. കത്തിൻ്റെ പ്രിൻ്റൗട്ട് എടുത്ത് ഒപ്പിട്ടിട്ട് അയാൾ ഒരിക്കൽ കൂടി അത് വായിച്ചു നോക്കി. തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാൽ മൈസ്കർ മിൽസിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അനുവദിക്കണം. ഇൻ്റർകോമിൻ്റെ റിസീവർ എടുത്ത് അയാൾ ഡെപ്യൂട്ടി ജനറൽ മിസ്റ്റർ സുദീപ് മേത്തയെ വിളിച്ചു. സർ, ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ എനിക്കൊന്ന് കാണണമായിരുന്നു.
പ്ലീസ് കം രാജീവ്. ഉടൻ സമ്മതം കിട്ടി. കത്ത് മടക്കി ഒരു കവറിലിട്ട് ജനറൽ മാനേജറുടെ വിലാസം എഴുതി അയാൾ സുദീപ് മേത്തയുടെ മുറിയിലേക്ക് ചെന്നു. വെളുത്തു തടിച്ച മധ്യവയസ്കനാണ് മേത്ത. ഗുഡ് മോർണിംഗ് സർ. രാജീവ് അയാളെ അഭിവാദ്യം ചെയ്തു. ഗുഡ് മോർണിംഗ് രാജീവ്. എനി പ്രോബ്ലം? വെറുതെ സംസാരിച്ച് സമയം കളയുന്ന ആളായിരുന്നില്ല മേത്ത. യെസ് സർ, എനിക്കൊരു പ്രോബ്ലമുണ്ട്. ഞാൻ മാരി ചെയ്യാൻ തീരുമാനിച്ചിരുന്ന കുട്ടി കൊല്ലപ്പെട്ട കാര്യം സാറിന് അറിയാമല്ലോ. വി വെയർ വെരി ക്ലോസ്. അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും എന്നെ വേദനിപ്പിക്കുന്നു. സുദീപ് മേത്ത സഹതാപത്തോടെ അയാളെ നോക്കി മെല്ലെ തലകുലുക്കി. എറണാകുളം വിട്ടുപോയാൽ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് ചെന്നാൽ ആ ഓർമ്മകളിൽ നിന്ന് റിലീഫ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സർ. സോ യു വാണ്ട് എ ട്രാൻസ്ഫർ? മറുപടി പറയാതെ കയ്യിലിരുന്ന കവർ രാജീവ് അയാൾക്ക് കൊടുത്തു. മേത്ത അത് വാങ്ങി വായിച്ചു നോക്കി. മൈസ്കർ മിൽസ് വിട്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു. യെസ് സർ, എൻ്റെ പേരൻസ് മുംബൈയിലുണ്ട്. അവിടെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ട് വരില്ല. റിസൈൻ ചെയ്തു പോവുക എന്ന് വെച്ചാൽ അതൊരു ഫൂളിഷ് ഡിസിഷനാണ് രാജീവ്. നമുക്ക് ചെന്നൈയിലും കൊൽക്കത്തയിലും വിശാഖിലും ഓഫീസുകളുണ്ടല്ലോ. എവിടെ വേണമെങ്കിലും ട്രാൻസ്ഫർ ഞാൻ അറേഞ്ച് ചെയ്തു തരാം, മേത്ത പറഞ്ഞു. താങ്ക് യു സാർ, പക്ഷേ എനിക്ക് മുംബൈയാണ് ഇഷ്ടം. നിസ്സഹായതയോടെ അയാൾ ചുമലുകൾ ഉയർത്തി. ഓക്കെ, ഞാനിത് GMന് ഫോർവേഡ് ചെയ്യാം. രാജീവ് നന്ദി പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. അങ്ങനെ ആദ്യത്തെ കാൽവയ്പ് നടത്തിയിരിക്കുന്നു. സ്വന്തം മുറിയിൽ വന്നു കഴിഞ്ഞ് അയാൾ ഹരിശങ്കർ മേനോനെ വിളിച്ച് കാര്യം പറഞ്ഞു. നന്നായി, അന്നേ ഞാൻ പറഞ്ഞതല്ലേ നീ ഇങ്ങ് പോരാൻ. നിനക്ക് ചേഞ്ച് ആവശ്യമാണ് രാജീവ്. എന്നാണ് നീ വരുന്നത്? അദ്ദേഹം ചോദിച്ചു. 1 മാസത്തെ സമയമുണ്ട്. പക്ഷേ അതിനു മുൻപ് തന്നെ കമ്പനിക്ക് വേണമെങ്കിൽ എന്നെ റിലീവ് ചെയ്യാം. ഇവിടെ ഏതെങ്കിലും കമ്പനിയിൽ ശ്രമിക്കണ്ടേ? മേനോൻ ചോദിച്ചു. വേണം, അത് ഞാൻ ചെയ്തോളാം ഡാഡി. രാജീവ് മമ്മിയോടും അല്പം സംസാരിച്ചു. മകൻ വരികയാണെന്നറിഞ്ഞപ്പോൾ മധുമതിക്കും സന്തോഷമായി. നീ വേഗം വാ മോനെ. പറ്റിയ പെണ്ണിനെ എത്രയും വേഗം ഞാൻ കണ്ടുവയ്ക്കാം. മുംബൈയിൽ ഏറിയാൽ 1-2 മാസമേ താൻ ഉണ്ടാവൂ എന്ന് അയാൾ അവരോട് പറഞ്ഞില്ല. അതിനു മുൻപ് തിരുവനന്തപുരത്ത് എന്തെങ്കിലും ജോലി ശരിയായാൽ ഉടൻ മുംബൈ വിടുകയും ചെയ്യും. അന്ന് രാത്രി അയാൾ ഇൻ്റർനെറ്റിൽ 1 മണിക്കൂറിലേറെ ചെലവഴിച്ചു. ജോലിക്ക് വേണ്ടിയുള്ള 2-3 വെബ്സൈറ്റുകളിൽ പേര് രജിസ്റ്റർ ചെയ്തു. റെസുമെ എഴുതിയപ്പോൾ ആത്മവിശ്വാസം തോന്നി. ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് ബിരുദം. ജപ്പാനിൽ 6 മാസത്തെ കോഴ്സ്. മൾട്ടിനാഷണൽ കമ്പനിയിൽ 3 വർഷം മാനേജർ. ആവശ്യക്കാർ തേടിയെത്തും. പിറ്റേന്ന് ജോൺ നെല്ലുവേലിയെ വിളിച്ചു. ജോൺ, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. നമ്മൾ എപ്പോഴാണ് കാണുക? വൈകുന്നേരം ഫ്രീയാണ്. ആഫ്റ്റർ 6 യു കം ടു ദി ഐലൻഡ്. ഇവിടെ ചില ഹോട്ടലുകളുണ്ട് സ്നേഹിത. ഓക്കെ, ഐ വിൽ കോൾ യു. ജെയിംസിനെ കൂടി വിളിച്ചോളൂ. ഐ വിൽ ഡു ദാറ്റ്. വൈകുന്നേരം 6 മണിയായപ്പോൾ ജോണിൻ്റെ വിളി വന്നു. കാനോയിലെത്തുക. ജെയിംസും ഞാനും അവിടെ ഉണ്ടാകും. ഓഫീസിൽ നിന്നിറങ്ങി വണ്ടിയെടുത്ത് രാജീവ് ഹോട്ടലിൽ ചെന്നപ്പോൾ ജെയിംസും ജോണും സംസാരിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട എന്തോ കാര്യമല്ലേ തനിക്ക് സംസാരിക്കാനുള്ളത്? ഓരോ ബിയറിൻ്റെ മേലാവുന്നതാണ് ഉചിതം, ജോൺ പറഞ്ഞു. രാജീവ് എതിർത്തില്ല. അവർ അകത്തു കയറി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു. 3 ബിയർ വന്നു. 3 മഗ്ഗുകളും. ജോണാണ് 3 മഗ്ഗുകളിലും ബിയർ പകർന്നത്. ഇനി പറ രാജീവ്, ജോൺ ആവശ്യപ്പെട്ടു. ഞാൻ എറണാകുളം നഗരം വിടുകയാണ്. എന്നുവെച്ചാൽ ട്രാൻസ്ഫർ? ജെയിംസ് ചോദിച്ചു. അല്ല, ഞാൻ റിസൈൻ ചെയ്തു. ഞെട്ടലോടെ ജോണും ജെയിംസും അയാളെ നോക്കി. എന്തിന്? സിതാരയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ സിറ്റിയിൽ എനിക്ക് ജീവിതം ദുസ്സഹമായി അനുഭവപ്പെടുന്നു. ഞാൻ മുംബൈയിലേക്ക് പോവുകയാണ്. അവിടെ എന്തെങ്കിലും ജോലി ശരിയായിട്ടുണ്ടോ? ജെയിംസ് ചോദിച്ചു. ഇല്ല, പക്ഷേ എൻ്റെ ഡാഡിയും മമ്മിയും അവിടെയുണ്ടല്ലോ. പക്ഷേ രാജീവ്, നിങ്ങൾ ഇവിടുന്ന് പോയാൽ പോലീസ് ഇൻവെസ്റ്റിഗേഷന് ശക്തി കുറയും. ജയരാമൻ രക്ഷപ്പെടും, ജോൺ ഉപദേശിച്ചു. അവൾ പോയില്ലേ ജോൺ? ഇനി അയാളെ ശിക്ഷിച്ചാൽ തന്നെ എൻ്റെ നഷ്ടം. എനിക്കവളെ തിരിച്ചു കിട്ടില്ലല്ലോ. ജെയിംസും ജോണും എത്ര ബാധിച്ചിട്ടും രാജീവിൻ്റെ തീരുമാനം മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ സന്ദീപ് മേത്ത അയാളെ വിളിച്ചു. രാജീവ്, യു ആർ ഫ്രീ ടു ഗോ എനി ഡേ യു പ്രിഫർ. എന്നു വേണമെങ്കിലും പിരിഞ്ഞു പോകാൻ കമ്പനി സമ്മതിച്ചിരിക്കുന്നു, അയാൾ അറിയിച്ചു. ഇത്ര വേഗം കമ്പനി എൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തോ? രാജീവ് അത്ഭുതപ്പെട്ടു. യെസ്, വിശാഖപട്ടണത്തു നിന്നും പകരം ആൾ നാളെ ഇവിടെ എത്തും. നാളെ തന്നെ രാജീവിനെ റിലീവ് ചെയ്യാം. താങ്ക് യു സർ. സന്തോഷത്തോടെയാണ് അയാൾ പുറത്തേക്കിറങ്ങിയത്. കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിലും വേഗം പുരോഗമിക്കുന്നു. അതൊരു നല്ല സൂചനയാണ്.
അപ്പോൾ തന്നെ അയാൾ ജോൺ നെല്ലുവേലിയെ വിളിച്ചു. ജോൺ, മറ്റന്നാളത്തെ മുംബൈ ഫ്ലൈറ്റിൽ എനിക്കൊരു സീറ്റ് സംഘടിപ്പിച്ചു തരാമോ? നോ പ്രോബ്ലം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ജോൺ വിളിച്ചു. ടിക്കറ്റ് റെഡി. താങ്ക് യു. അപ്പോൾ തന്നെ ഫ്ലാറ്റിൻ്റെ ഉടമയെ വിളിച്ചു. പിറ്റേ ദിവസം താമസം ഒഴിയുകയാണെന്ന് രാജീവ് അറിയിച്ചു. രാവിലെ പാക്കിംഗ് ആരംഭിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഡോർബെൽ മുഴങ്ങി. അയാൾ ചെന്ന് വാതിൽ തുറന്നപ്പോൾ പുറത്ത് ഇൻസ്പെക്ടർ ജഹാംഗീർ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണ് സർ? നിങ്ങൾ ജോലി രാജിവെച്ച് മുംബൈയിലേക്ക് പോവുകയാണെന്നറിഞ്ഞു. അതെ സർ, നാളത്തെ ഫ്ലൈറ്റിന്. സോറി, നിങ്ങൾക്ക് സംസ്ഥാനം വിട്ടുപോകാൻ അനുമതിയില്ല. ആദ്യം നിങ്ങൾ പ്രതിസ്ഥാനത്തായിരുന്നു. യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കുന്നതുവരെ നിങ്ങൾ കേരള പോലീസിൻ്റെ അധീനതയിൽ തന്നെ വേണം. വിടാൻ പറ്റില്ല നിങ്ങളെ. ഉറച്ച സ്വരമായിരുന്നു ജഹാംഗീറിൻ്റേത്. രാജീവ് മരവിച്ചു നിന്നു. അധ്യായം 2. മിസ് താരാമാധവിൻ്റെ പൊട്ടിച്ചിരി അലയായി ഒഴുകി വന്നത് ജയരാമൻ ഫോണിലൂടെ കേട്ടു. രാജീവ് മുംബൈയിലേക്ക് പോവുകയില്ല. അതിന് ഞാൻ തടയിട്ട് കഴിഞ്ഞു. എങ്ങനെ? അയാൾ ചോദിച്ചു. ഇൻസ്പെക്ടർ ജഹാംഗീറിനെ വിവരമറിയിച്ചു. സിതാരയുടെ മൊബൈലിലേക്ക് അവസാനം പോയ മെസ്സേജ് രാജീവിൻ്റെ മൊബൈലിൽ നിന്നാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അയാളെ നാടുവിടാൻ സ്വബോധമുള്ള ഒരു പോലീസും സമ്മതിക്കുകയില്ല, അവൾ പറഞ്ഞു. പക്ഷെ താര, അവൻ ഇവിടുന്ന് പോകുന്നതായിരുന്നു നമുക്ക് നല്ലത്. ആരും മുൻകൈ എടുക്കാനില്ലെങ്കിൽ പോലീസ് അന്വേഷണം തണുക്കും. തെളിയിക്കാൻ പറ്റാത്ത കൊലപാതകമെന്ന നിലയിൽ അവരത് എഴുതിത്തള്ളും, ജയരാമൻ വാദിച്ചു. രാജീവ് കൺവെട്ടത്തെങ്ങും ഇല്ലാതിരിക്കുന്നതായിരുന്നു അയാൾക്കിഷ്ടം. അങ്ങനെയല്ല മേജർ. രാജീവിനെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം. എൻ്റെ കമ്പനിയിൽ ഞാൻ അയാളെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായി നിയമിക്കും. ഒരുതരം ലഹരി നിറഞ്ഞ സ്വരമായിരുന്നു അവളുടേത്. ഓക്കെ, ഇഷ്ടം പോലെ ചെയ്യൂ. എനിക്കോ കസ്തൂരിക്കോ ഡയാനയ്ക്കോ കുഴപ്പമൊന്നുമില്ലാതിരുന്നാൽ മതി. ഭയപ്പെടേണ്ട മേജർ. നിങ്ങൾ 3 പേരെയും സംരക്ഷിക്കാൻ ഈ താരാമാധവ് എപ്പോഴും ഉണ്ടാകും. പിന്നെ വിളിക്കാം. ബൈ. അവൾ ഫോൺ വെച്ചപ്പോൾ ജയരാമൻ മുഖം തിരിച്ച് മുരളി ഭാസ്കറിനെ നോക്കി. ജയരാമൻ്റെ ഓഫീസിലായിരുന്നു അയാൾ. രാജീവിൻ്റെ യാത്ര അവൾ മുടക്കി. അയാൾ പറഞ്ഞു. വിഡ്ഢിത്തമാണ് അവൾ കാണിച്ചത്. പോകാൻ പറ്റാത്തതുകൊണ്ട് അവൻ്റെ ദേഷ്യം കൂടുകയുള്ളൂ. അവൾക്ക് തന്നെയാണ് ആപത്ത്. വെറുപ്പോടെ മുരളി പറഞ്ഞു. അവൾക്ക് മാത്രമോ? നമ്മളും പങ്കാളികളല്ലേ? എന്തിനാണ് അവൾ? മുരളിക്ക് മനസ്സിലായില്ല. അതറിയില്ലേ നിനക്ക്? താരാമാധവന് ഒരു പുരുഷനിൽ താൽപ്പര്യം തോന്നിയാൽ ഏതു മാർഗം ഉപയോഗിച്ചും അവൾ അവനെ സ്വന്തം ഇംഗിതത്തിന് വശംവദനാക്കും. അതിനുവേണ്ടി എന്ത് കളി കളിക്കാനും കണ്ടിരിക്കാനും അവൾ തയ്യാറാകും. അപ്പോൾ അതിനുവേണ്ടിയാണ് സിതാരയെ? മുരളി അത്ഭുതത്തോടെ അയാളെ നോക്കി. അതെ, നമ്മൾ അവളുടെ ആയുധങ്ങൾ മാത്രം. അവൾ വിചാരിച്ചാൽ ഇൻഡോ അമേരിക്കൻ സൊല്യൂഷൻസിലെ എൻ്റെ ജോലി തെറിക്കും. ജയരാമൻ ഒന്ന് നെടുവേർപ്പെട്ടു. വിഷയം മാറ്റാൻ മുരളി ആഗ്രഹിച്ചു. മോൾ തിരിച്ചു പോയോ സർ? പിറ്റേന്ന് തന്നെ അവൾ പോയി. കോളേജിൽ അവൾക്ക് ഗംഭീര റിസപ്ഷനാണ് കിട്ടിയത്. എൻ്റെ മോൾക്ക് വേണ്ടി മാത്രമാണടോ ഞാൻ ജീവിക്കുന്നതും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നതും. ദീപ്തി ഇത് ഫൈനൽ ഇയർ അല്ലേ? അതെ. എഞ്ചിനീയറിംഗ് പാസ്സായി കഴിഞ്ഞാൽ അവളെ മാനേജ്മെൻറ്റ് പഠിക്കാൻ അഹമ്മദാബാദിൽ വിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവൾ മിടുക്കിയാണ്. ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും. ദീപ്തിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അയാൾ മുരളിയോട് വെളിപ്പെടുത്തി. മുരളി മെല്ലെ എഴുന്നേറ്റു. ശരി സാർ, ഞാൻ പോവാണ്. അയാൾ സ്വന്തം മുറിയിൽ ചെന്നിരുന്നു. പർച്ചേസ് സംബന്ധിച്ച പല ഫയലുകളും മേശപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അവ ഓരോന്നായി എടുത്ത് അയാൾ തീരുമാനങ്ങൾ കുറിച്ചുവെച്ചു. അപ്പോഴാണ് ഡയാന വിളിച്ചത്. മുരളി, ഐ വാണ്ട് ടു സീ യു. എന്തിനാ? അയാൾ താൽപ്പര്യക്കുറവ് നടിച്ചു. കാണുന്നത് എന്തിനെന്നോ? എന്താ, നീ എന്നെ വെറുത്തു തുടങ്ങിയോ? മനസ്സ് മുറിപ്പെട്ടതുപോലെ അവൾ ചോദിച്ചു. അതല്ല ഡയാന, നമ്മൾ തമ്മിൽ തൽക്കാലം കാണാതിരിക്കുന്നതാണ് നല്ലത്. നിന്റെ ഫ്ലാറ്റിൽ ഞാൻ വരുന്നത് ആരെങ്കിലുമൊക്കെ ഇനി ശ്രദ്ധിക്കും. നീ എൻ്റെ ഫ്ലാറ്റിൽ വരണ്ട. നീ താമസിക്കുന്ന ഒരു വീടുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വരുന്നു. എപ്പോൾ? ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത്. അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ. നീ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ എനിക്കൊരു മിസ്ഡ് കോൾ തന്നാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനും ഇറങ്ങും. ഗേറ്റ് തുറന്നിട്ടേക്കണം. ഓക്കെ. അയാൾ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ജയരാമൻ സാർ ഇത് വല്ലതും അറിഞ്ഞാൽ കൊല്ലും. മുരളി വാച്ചിൽ നോക്കി. മണി 11 കഴിഞ്ഞ് 15 മിനിറ്റ്. 12:30 വരെ അയാൾ ജോലി ചെയ്തു. പിന്നെ മൊബൈലെടുത്ത് ഡയാനയ്ക്ക് ഒരു മിസ്ഡ് കോൾ കൊടുത്തു. അവൾ അപ്പോൾ വാച്ചിൽ നോക്കി. മുരളിയുടെ വീട്ടിലേക്ക് 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. വീട്ടിൽ അയാൾ തനിച്ചാണ് താമസിക്കുന്നത്. ലഞ്ചിന് അവിടെ ഒന്നും കാണുകയില്ല. ഡയാന അപ്പോൾ തന്നെ ഓഫീസിൽ നിന്നിറങ്ങി. ജംഗ്ഷനിൽ ഒരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പുണ്ട്. അതിൻ്റെ മുൻപിൽ കാർ നിർത്തി. അവൾ ഹാംബർഗർ വാങ്ങി. ഫ്രിഡ്ജിൽ പാൽ കാണാതിരിക്കുകയില്ല. കോഫി ഉണ്ടാക്കാം.
ഡയാന വീണ്ടും കാറിൽ കയറുമ്പോഴാണ് അതുവഴി ജീപ്പ് ഓടിച്ച് ഇൻസ്പെക്ടർ ജഹാംഗീർ വന്നത്. അയാൾ അവളെ കണ്ടു. ഈ നേരത്ത് ഡയാന ഓഫീസിലുണ്ടാവേണ്ടതല്ലേ? അവൾ എങ്ങോട്ടാണ് പോകുന്നത്? ആ പച്ച സാൻഡ്രോ കാറിനെ കൃത്യമായ അകലം വെച്ച് പോലീസ് പിന്തുടർന്നു. ഡോർബെൽ മുഴങ്ങിയപ്പോൾ രാജീവ് ചെന്ന് വാതിൽ തുറന്നു. ഫ്ളാറ്റിന്റെ ഉടമ കുര്യൻ തോമസും അപരിചിതരായ ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയുമാണ് വന്നത്. വരൂ, അയാൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും കൗതുകത്തോടെ ചുറ്റും നോക്കി. അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പെട്ടെന്ന് രാജീവിന് തോന്നി. രാജീവ് നാളത്തെ ഫ്ലൈറ്റിന് മുംബൈക്ക് പോകുന്നെന്നല്ലേ പറഞ്ഞത്? കുര്യൻ തോമസ് ചോദിച്ചു. അതെ, ഇവരാണ് ഇനി ഈ ഫ്ലാറ്റിൽ താമസിക്കാൻ പോകുന്നത്. ഡോക്ടർ ഐസക്കും വൈഫ് മോളിയും. ഹലോ. ഡോക്ടർ ഐസക് പുഞ്ചിരിയോടെ രാജീവിന് നേരെ കൈനീട്ടി. ഹലോ, രാജീവ് ദുർബലമായ സ്വരത്തിൽ പറഞ്ഞു. അയാൾ ഡോക്ടർ ഐസക്കിന്റെ കൈ പിടിച്ചു. ശരിക്കും ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഈ ഫ്ലാറ്റ് കിട്ടിയേ. മറ്റന്നാൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറുകയാണ്. മറ്റന്നാളോ? രാജീവ് അമ്പരന്നു. അതെ, തൃപ്പൂണിത്തറയിൽ ഒരു പഴയ വീട്ടിലാ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നേ. ആ വീട് പൊളിച്ച് അവർ പുതിയ വീട് വയ്ക്കുക. താങ്കൾ നാളെ ഉച്ചയ്ക്ക് മുൻപ് പോകുമെന്ന കുര്യച്ചൻ പറഞ്ഞേ. നാളെ തന്നെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന ഞങ്ങൾ വിചാരിക്കുന്നേ, ഡോക്ടർ ഐസക് പറഞ്ഞു. പക്ഷേ ഞാൻ നാളെ മുംബൈക്ക് പോകുന്നില്ല. യാത്ര ക്യാൻസൽ ചെയ്തു. തൽക്കാലം ഫ്ലാറ്റ് ഒഴിയാൻ എനിക്ക് നിർവാഹമില്ല. രാജീവ് പറഞ്ഞത് കേട്ടപ്പോൾ തോമസും ഡോക്ടർ ഐസക്കും ഞെട്ടി. എന്താ പോകണില്ലെന്ന് വെച്ചത്? കുര്യൻ തോമസ് ചോദിച്ചു. വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടാണ്. സത്യം പറയാൻ അയാൾ മടിച്ചു. പെട്ടെന്ന് കുര്യൻ തോമസിന്റെ മുഖമിരുണ്ടു. എന്നു പറഞ്ഞാൽ എങ്ങനെ ഒക്കുന്നേ? നാളെ ഫ്ലാറ്റ് ഒഴിയുകയാണെന്ന് നിങ്ങൾ തന്നെയല്ലേ എന്നെ വിളിച്ചു പറഞ്ഞത്? അതനുസരിച്ച് ഞാൻ ഇവരോട് അഡ്വാൻസും മേടിച്ചു. നിങ്ങളെൻ്റെ വാക്കിന് വിലയില്ലാതാക്കല്ലേ. മിസ്റ്റർ രാജീവ്, ഒറ്റത്തടിയല്ലേ? ഏതെങ്കിലും ഹോട്ടലിലേക്ക് തൽക്കാലം മാറാമല്ലോ. എനിക്കാണെങ്കിൽ 2 കൊച്ചു കുഞ്ഞുങ്ങളും പ്രായമായ ഒരമ്മയുമുണ്ട്. പ്ലീസ്, ഞങ്ങളെ ചതിക്കരുത്. രാജീവ് ധർമ്മസങ്കടത്തിലായി. തെറ്റ് തൻ്റെ ഭാഗത്താണ്. നാളെ തന്നെ ഒഴിയുകയാണെന്നും വന്ന് താക്കോൽ മേടിക്കണമെന്നും താൻ തന്നെയാണ് തോമസ് കുര്യനോട് വിളിച്ചു പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ വിഷമിക്കണ്ട. നാളെ തന്നെ ഞാൻ പോയിക്കോളാം. ഡോക്ടർ ഐസക്കിൻ്റെയും ഭാര്യയുടെയും മുഖത്ത് ആശ്വാസഭാവം തെളിഞ്ഞു. താങ്ക് യു രാജീവ്, നിങ്ങളെൻ്റെ മാനം കാത്തു, കുര്യൻ തോമസ് പറഞ്ഞു. പുതിയ താമസക്കാരെ ഫ്ലാറ്റ് മുഴുവൻ കാണിച്ചിട്ട് അവർ യാത്ര പറഞ്ഞു പോയി. രാജീവ് തളർച്ചയോടെ സോഫയിലേക്കിരുന്നു. നാളെ ഇവിടുന്ന് എങ്ങോട്ട് പോകും? പെട്ടെന്ന് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചു. ഡെപ്യൂട്ടി മാനേജർ സുദീപ് മേത്തയാണ് വിളിച്ചത്. രാജീവ്, വിൽ യു പ്ലീസ് കം ഓവർ ഹിയർ ടുഡേ ഇറ്റ്സെൽഫ്? വിശാഖിൽ നിന്ന് താങ്കളുടെ പിൻഗാമി മിസ്റ്റർ റോഷൻ വന്നിട്ടുണ്ട്. ഹീ വുഡ് ലൈക്ക് ടു മീറ്റ് യു ബിഫോർ യു ലീവ്. വരാൻ സർ, അയാൾ പറഞ്ഞു. ജോലിയില്ലാതായി, താമസ സ്ഥലവും നഷ്ടപ്പെട്ടു. ഇനി നാളെ എന്തു ചെയ്യും? ചിന്തിച്ചാൽ ഭ്രാന്ത് പിടിക്കുമെന്ന് രാജീവിന് തോന്നി. അയാൾ കാറെടുത്ത് മൈസ്കർ മിൽസിന്റെ ഓഫീസിലേക്ക് ചെന്നു. സുദീപ് മേത്തയുടെ മുറിയിലുണ്ടായിരുന്നു റോഷൻ വില്യംസ്. മേത്ത ഇരുവരെയും പരിചയപ്പെടുത്തി. എൻ്റെ വീട് ഫോർട്ട് കൊച്ചിയിലാണ്. ഇങ്ങോട്ട് ഒരു മാറ്റം ആഗ്രഹിച്ചിട്ട് കുറേ നാളായി. അപ്പോഴാണ് ഇങ്ങനെയൊരു ചാൻസ് ഒത്തുവന്നത്. മിസ്റ്റർ രാജീവിനോട് ഞാനതിന് കടപ്പെട്ടിരിക്കുന്നു. റോഷൻ നന്ദി പ്രകടിപ്പിച്ചു. രാജീവ് ചിരിക്കാൻ ശ്രമിച്ചു. താങ്കൾ നാളെ മുംബൈയിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞു. അവിടെ ഏത് കമ്പനിയിലാണ്? റോഷൻ അന്വേഷിച്ചു. എങ്ങും ഒന്നും ആയിട്ടില്ല. ഐ ഫെൽറ്റ് എ ബ്രേക്ക്. അതുകൊണ്ടാണ് മുംബൈക്ക് പോകുന്ന കാര്യവും ഫൈനലൈസ് ചെയ്തിട്ടില്ല. അവർ രാജീവിൻ്റെ മുറിയിലേക്ക് ചെന്നു. റോഷനെ അയാളുടെ കസേരയിലിരുത്തി. രാജീവ് അവിടെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയെക്കുറിച്ച് റോഷന് ഒരു സാമാന്യ വിവരണം കൊടുത്തു. അല്പനേരം കഴിഞ്ഞപ്പോൾ അറിയിപ്പ് വന്നു. മാനേജർമാർ കോൺഫറൻസ് ഹാളിൽ സമ്മേളിക്കുന്നു. രാജീവിന് യാത്രയയപ്പ്, റോഷന് സ്വീകരണം. അരമണിക്കൂറിനുള്ളിൽ മിഡിൽ മാനേജ്മെൻറ്റിലുള്ള 15ഓളം പേരും മുകളിൽ നിന്നുള്ള 4-5 സീനിയർ മാനേജർമാരും കോൺഫറൻസ് ഹാളിൽ ഒത്തുകൂടി. ലഘുപ്രസംഗങ്ങൾ, ചായ സൽക്കാരം, കൈപിടിച്ചു കുലുക്കൽ, വീണ്ടും കാണാമെന്ന വാഗ്ദാനം, നല്ല ഭാവിക്ക് ആശംസ. എല്ലാം കഴിഞ്ഞു മടങ്ങുമ്പോൾ രാജീവിൻ്റെ ഹൃദയം ശൂന്യമായിരുന്നു. ഒരു മുഖവും മനസ്സിൽ തങ്ങി നിന്നില്ല. ഒരു സത്യം മാത്രം ഓർമ്മ വന്നു. കേരളം വിട്ടുപോകാൻ അനുവാദമില്ല. അദൃശ്യമായ ഒരു ജയിലിനുള്ളിലാണ് താൻ. ഫ്ലാറ്റിൽ തിരിച്ചെത്തി അയാൾ അവസാനഘട്ടം പാക്കിംഗ് നടത്തി. 2 വലിയ സൂട്ട് കേസിലും ഒരു ബാഗിലും കൊള്ളാവുന്നത്ര സാധനങ്ങൾ മാത്രം. വസ്ത്രങ്ങൾ, ലാപ്ടോപ്പ്, കുറച്ച് പുസ്തകങ്ങൾ. നാളെ എങ്ങോട്ട് പോകും? അയാൾ ജോൺ നെല്ലുവേലിയെ വിളിച്ചു. ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം ജോൺ. എന്തുപറ്റി? കാര്യങ്ങളെല്ലാം അയാൾ ജോണിനെ അറിയിച്ചു. എപ്പോഴാണ് ഇൻസ്പെക്ടർ വന്ന് പറഞ്ഞത്? ജോൺ ചോദിച്ചു. ഇന്ന് രാവിലെ. ഞാൻ കമ്മീഷണറോട് സംസാരിക്കാം.
വേണ്ട ജോൺ, പ്രയോജനമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. നാളെ എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം. ഏതെങ്കിലും ഹോട്ടലിൽ അല്ലെങ്കിൽ ലോഡ്ജിൽ എനിക്കൊരു റൂം കിട്ടാൻ എന്തെങ്കിലും ചെയ്യണം, രാജീവ് അഭ്യർത്ഥിച്ചു. നാളെ രാവിലെ വരെ സമയമുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. സമാധാനമായിട്ടിരിക്കുക. ഫ്ലാറ്റിലെ അവസാനത്തെ രാത്രി രാജീവിന് ഉറക്കം വന്നില്ല. നാളത്തെ ഫ്ലൈറ്റിൽ താൻ ചെല്ലുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഡാഡിയും മമ്മിയും. സംസ്ഥാനം വിട്ടുപോകാൻ പോലീസിൻ്റെ അനുമതിയില്ലെന്നറിഞ്ഞാൽ അവരുടെ ഹൃദയം പൊട്ടും. ഒരു തരത്തിലും അവർ അക്കാര്യം അറിയാൻ പാടില്ല. അയാൾ എങ്ങനെയോ നേരം വെളുപ്പിച്ചു. രാവിലെ തന്നെ ഹരിശങ്കർ മേനോനെ വിളിച്ചു. ഡാഡി, പ്രോഗ്രാമിൽ ഒരു ചേഞ്ച്. എനിക്ക് ഇന്നങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. എന്താണ് കാര്യം? ഉത്കണ്ഠയോടെ മേനോൻ ചോദിച്ചു. ഈ മാസം അവസാനമേ എനിക്ക് പകരമുള്ള ആൾ വരൂ. അതുവരെ ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ റിക്വസ്റ്റ്. അത്രയുള്ളോ? സാരമില്ല, 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. തൽക്കാലത്തേക്ക് പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പക്ഷേ 2 ആഴ്ച കഴിയുമ്പോൾ ഡാഡിയോട് എന്തു പറയും? അല്പനേരം കഴിഞ്ഞപ്പോൾ ജോൺ നെല്ലുവേലി വന്നു. തനിക്ക് എത്ര കാലം വേണമെങ്കിലും താമസിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പോകാം. രാജീവ് ആശ്ചര്യത്തോടെ അയാളെ നോക്കി. എവിടെയാണ് ജോൺ? തനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. താൻ അവിടെ പോയിട്ടുമുണ്ട്. എന്നിട്ടും അയാൾ സ്ഥലം പറയാൻ കൂട്ടാക്കിയില്ല. സസ്പെൻസ് വിടാതെ ജോൺ. സിതാരയുടെ വീട്ടിൽ തനിക്ക് താമസിക്കാം. രാജീവ് ഞെട്ടലോടെ അയാളെ നോക്കി. ഞാൻ ഇന്നലെ ചെന്ന് അവളുടെ അമ്മയെ കണ്ടിരുന്നു. വേറൊരു താമസ സൗകര്യം ശരിയാകുന്നതുവരെ രാജീവ് ഇവിടെ താമസിച്ചോട്ടെ എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ജീവിതകാലം മുഴുവൻ താൻ അവിടെ താമസിക്കണമെന്നാണ് ആ അമ്മ പറഞ്ഞത്. രാജീവിൻ്റെ നെഞ്ചു നീറി. ആ പാവം സ്ത്രീക്ക് ഇനി ആരാണുള്ളത്? താൻ അവിടെയുണ്ടെങ്കിൽ അവർക്കൊരാശ്വാസമായിരിക്കും. തനിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. സിതാരയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കൊച്ചി വിട്ടു പോകാൻ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അവളുടെ വീട്ടിൽ അവളെക്കുറിച്ചുള്ള ഓർമ്മ തീവ്രമാകില്ലേ ജോൺ? നിസ്സഹായതയോടെ അയാൾ ചോദിച്ചു. സാരമില്ല, അവളെക്കുറിച്ചുള്ള ഓർമ്മ ദുഃഖം മാത്രമല്ല സന്തോഷവും തരും തനിക്ക്. വേറൊന്നും ആലോചിക്കാനില്ല. വേഗം റെഡിയാകുക. ജോണിൻ്റെ നിർബന്ധത്തിനു മുന്നിൽ അയാൾ വഴങ്ങി. കുര്യൻ തോമസിന് അപ്പോൾ തന്നെ രാജീവ് ഫോൺ ചെയ്തു. 1/2 മണിക്കൂറിനകം അയാൾ വന്നു. ഫ്ലാറ്റിൻ്റെ താക്കോൽ ഏൽപ്പിച്ച് അയാൾ യാത്ര പറഞ്ഞ് ജോണിനോടൊപ്പം ഇറങ്ങി. 2 കാറുകളിലാണ് അവർ സിതാരയുടെ വീട്ടിൽ ചെന്നത്. രാജീവിനെ സാവിത്രി കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു. എത്രനാൾ വേണമെങ്കിലും മോന് ഈ വീട്ടിൽ താമസിക്കാം. ഒരിക്കലും പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മോൾ പോയെങ്കിലും പകരം എനിക്കൊരു മോനെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കും. അമ്മേ, കരയരുത്. സിതാരയുടെ മുറിയാണ് അയാൾക്ക് താമസിക്കാൻ കിട്ടിയത്. അവളുടെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും സാവിത്രി അവിടെ നിന്ന് മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരുന്നു. എങ്കിലും അവളുടെ ഗന്ധം അവിടെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രിയിൽ അവർ നേരത്തെ അത്താഴം കഴിച്ചു. അത് കഴിഞ്ഞ് രാജീവ് മുറിയിൽ ചെന്ന് വാതിലടച്ചു. സിതാര താമസിച്ചിരുന്ന മുറി. അയാൾ അവളുടെ കമ്പ്യൂട്ടറിൻ്റെ മുൻപിലിരുന്നു. ആ സമയത്ത് മിസ് താര മാധവിൻ്റെ വിളി വന്നു. ഞാൻ കരുതി രാജീവ് എന്നെ വിളിക്കുമെന്ന് അവൾ പരിഭവിച്ചു. സാധിച്ചില്ല. അത് സാരമില്ല. നമ്മൾ എന്നാണ് മൂന്നാറിലേക്ക് പോകുന്നത്? സോറി മാഡം, എനിക്കിപ്പോൾ എങ്ങോട്ട് പോകാനും കഴിയില്ല. അത്തരം ഒരവസ്ഥയിലാണ് ഞാൻ. അയാൾ എങ്ങും തൊടാതെ പറഞ്ഞു. താരാമാധവനെ അകറ്റി നിർത്തേണ്ട സമയമായി. പക്ഷേ അവളെ വെറുപ്പിക്കാതെ ബുദ്ധിപൂർവം വേണം അത് ചെയ്യാൻ. കഴിയുന്നത്രയും ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കണം. രാജീവ്, ഞാനൊരു കാര്യം അറിഞ്ഞു. അത് സത്യമാണോന്നറിയാൻ കൂടിയാണ് ഇപ്പോൾ വിളിച്ചത്. മൈസ്കർ മിൽസിൽ നിന്ന് റിസൈൻ ചെയ്തോ? അവൾ ചോദിച്ചു. യെസ്. വേറെ ഏതെങ്കിലും ജോലി സ്വീകരിക്കാൻ വേണ്ടിയാണോ? അതോ? അല്ല, ഒരു മാറ്റം ആവശ്യമായി തോന്നിയതുകൊണ്ടാണ്. അത് സ്വീകാര്യമാണ്. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ? എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തുകൂടെ രാജീവിന്? അയാൾ ഒന്ന് പകച്ചു. എന്തെങ്കിലും ഒരു ജോലി അത്യാവശ്യമായിരിക്കണ ഈ നേരത്ത് ചാടിപ്പിടിക്കാൻ തോന്നിയ അയാൾക്ക് മറ്റേതെങ്കിലും ജോലി കിട്ടുന്നതുവരെയെങ്കിലും. പക്ഷേ എന്താ രാജീവ് ഒന്നും മിണ്ടാത്തത്? അവളുടെ ചോദ്യം വന്നു. എനിക്ക് എന്തു പറയണമെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല അയാൾക്ക്. സോറി, ഞാനെല്ലാം പറഞ്ഞില്ല. എൻ്റെ കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ടാണ് തുടക്കത്തിൽ നിയമനം. സാലറി മാസം 2 ലക്ഷം രൂപ. താമസിക്കാൻ വീട്, ഉപയോഗിക്കാൻ ലക്ഷറി കാർ, കൂടാതെ പെക്സ് വേറെ. ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് മികച്ച ഓഫറാണ് ഇതെന്ന് രാജീവിന് തോന്നി. പക്ഷേ കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായാൽ അതിൻ്റെ അർത്ഥം മിസ് താരാമാധവിൻ്റെ അടിമയായി എന്നാണ്. പക്ഷേ കൊച്ചിയിലായിരിക്കില്ല രാജീവിൻ്റെ ഓഫീസ്. അവൾ പെട്ടെന്ന് പറഞ്ഞു. ബാംഗ്ലൂരിലും ചെന്നൈയിലും അവർക്ക് കോർപ്പറേറ്റ് ഓഫീസുകളുണ്ട്.
അവിടെയാണ് നിയമനമെങ്കിൽ പോകാൻ പറ്റില്ല. അക്കാര്യം പറഞ്ഞ് നിഷ്പ്രയാസം ഒഴിയാം. പിന്നെ എവിടെയാണ്? അയാൾ ചോദിച്ചു. തിരുവനന്തപുരത്ത്. രാജീവ് ഞെട്ടി. പോകാൻ ആഗ്രഹിച്ച സ്ഥലം കേരളത്തിൽ തന്നെയായതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എതിർക്കുകയില്ല. ദീപ്തി അവിടെയാണ്. മേജർ ജയരാമന്റെ ജീവിതവും സ്വപ്നവും തകർത്ത് തരിപ്പണമാക്കാനുള്ള തന്റെ ആയുധമാണ് ദീപ്തി. താരാമാധവ് ക്ഷണിക്കുന്നിടങ്ങളിലൊക്കെ ഒപ്പം ഉല്ലാസയാത്രയ്ക്ക് പോകേണ്ടി വരുമെങ്കിലും തന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഈ ജോലി സഹായിക്കുമെങ്കിൽ ഇത് സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? രാജീവ്, ഇപ്പോൾ എനിക്കൊരു മറുപടി കിട്ടണം, ഈ നിമിഷം, താരാമാധവ് ആവശ്യപ്പെട്ടു. രാജീവ് ഒരു നിമിഷം കണ്ണുകളടച്ച് ധ്യാനത്തിൽ നിന്നു. അധ്യായം 3. രാജീവ്. താരാമാധവിന്റെ വികാരസാന്ദ്രമായ സ്വരം അയാളെ ധ്യാനത്തിൽ നിന്ന് ഉണർത്തി. ഇത് ക്രൂരതയാണ് മിസ് താര, രാജീവ് പറഞ്ഞു. ക്രൂരതയോ? വാട്ട് യു മീൻ? അവൾക്ക് മനസ്സിലായില്ല. ഉറങ്ങിക്കിടന്ന ഒരാളെ വിളിച്ചുണർത്തിയിട്ട് കോണ്ടിനെന്റൽ കൺസൾട്ടൻസി സർവീസസ് എന്ന വലിയ ഒരു കമ്പനിയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പദവി ഓഫർ ചെയ്യുക, മാസം 2 ലക്ഷം രൂപ ശമ്പളം, താമസിക്കാൻ വില്ലയും യാത്രയ്ക്ക് ലക്ഷറി കാറും പിന്നെ മറ്റ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുക. ഉടൻ തന്നെ യെസ് ഓർ നോ എന്ന മറുപടി പറയാൻ ആവശ്യപ്പെടുക. താരാമാധവ് പൊട്ടിച്ചിരിച്ചു. എന്താ? രാജീവ് ഞെട്ടിപ്പോയോ? ഇല്ല, ഈ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണരാനെങ്കിലും സമയം തന്നുകൂടെ? അയാൾ ആവശ്യപ്പെട്ടു. എത്ര സമയം? 24 മണിക്കൂർ. ഓക്കെ, നാളെ ഇതേ സമയത്ത് രാജീവിന്റെ വിളി ഞാൻ പ്രതീക്ഷിക്കും. ഞാൻ വിളിക്കാം. അയാൾ ഏറ്റു. ഗുഡ് നൈറ്റ് രാജീവ്. ഗുഡ് നൈറ്റ്. അയാൾ ആശ്വാസത്തോടെ ഫോൺ വെച്ചു. മറുപടി പറയാൻ ഒരു ദിവസത്തെ സമയമുണ്ട്. ശരിക്ക് ആലോചിക്കണം. താരാമാധവ് നല്ല ഉദ്ദേശത്തോടെയാണ് ജോലി വാഗ്ദാനം ചെയ്തിരിക്കുന്നതെങ്കിൽ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. ചീത്ത ഉദ്ദേശമാണെങ്കിൽ അപ്പോൾ തന്നെ രാജിവെച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം വേണം. രാജീവ് ലൈറ്റണച്ച് ഉറങ്ങാൻ കിടന്നു. സിതാരയുടെ മുറിയാണ്. പാതിരാപ്പൂക്കൾ വിരിയുന്ന നേരത്ത് അവളുടെ ആത്മാവ് വീട് സന്ദർശിക്കാൻ എത്തുമോ? സ്വപ്നത്തിലെങ്കിലും അവളെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. രാത്രി വളരെ വൈകിയാണ് രാജീവ് ഉറക്കത്തിലേക്ക് വഴുതി വീണത്. നേരം നന്നായി വെളുത്തിട്ടും അയാൾ ഉണർന്നില്ല. സാവിത്രി ചെന്ന് വാതിലിൽ മുട്ടി വിളിച്ചു. രാജീവ്. അയാൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. സ്ഥലകാലബോധം തിരിച്ചു കിട്ടാൻ 1 മിനിറ്റ് എടുത്തു. അയാൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. കയ്യിൽ ചായക്കപ്പുമായി സാവിത്രി നിൽക്കുന്നുണ്ടായിരുന്നു. സിതാരയും ഇതുപോലെയായിരുന്നു. ഹോളിഡേ ആണെങ്കിൽ അവൾ രാവിലെ 8 മണി കഴിയും എഴുന്നേൽക്കാൻ. പിന്നെ ഞാൻ ചെന്ന് വിളിച്ചുണർത്തും. അന്നേരം എന്നെയും കൂടി പിടിച്ചിരുത്തി 1/2 മണിക്കൂർ വീണ്ടും ഉറങ്ങും. അവർ പറഞ്ഞു. രാജീവ് ചിരിച്ചുകൊണ്ട് ചായ വാങ്ങി. ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് വേണ്ടത്? അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയാൽ മതി. പുട്ടും കടലക്കറിയും പഴവുമുണ്ട്. എല്ലാം എനിക്കിഷ്ടമാണ്. സാവിത്രി ഒരു നിമിഷം നിശബ്ദയായി നിന്നു. എന്താണമ്മേ? എൻ്റെ സിതാര പോയതിനു ശേഷം ഇന്നലെയാണ് മോനെ ഞാൻ എല്ലാം മറന്ന് ഉറങ്ങിയത്. ഇന്നലെയാണ് ഞാനിവിടെ തനിച്ചല്ല എന്ന ബോധമുണ്ടായത്. എൻ്റെ മോൾക്ക് പകരം ദൈവം കൊണ്ടുതന്ന മോനാണ് നീ. അവരുടെ വാക്കുകൾ അയാളുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അമ്മ വിഷമിക്കരുത്. അമ്മയ്ക്ക് തുണയായി എന്നും ഞാനുണ്ടാകും. അയാൾ വാക്കുകൊടുത്തു. ഞാൻ ഇന്നലെ ഒരു കാര്യം തീരുമാനിച്ചു. എൻ്റെ കാലശേഷം ഈ വീട് നിന്റെ പേരിലാക്കി എഴുതി വയ്ക്കാൻ പോവുകയാണ്. നീ കല്യാണം കഴിക്കണം മോനെ. ആ കുട്ടിയുമൊത്ത് ഇവിടെ താമസിക്കണം. അമ്മേ, അയാൾ അറിയാതെ വിളിച്ചു. പറ്റില്ലെങ്കിൽ വേണ്ട. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞെന്നേയുള്ളൂ. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എത്രനാൾ എനിക്ക് നിൽക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. പുതിയ ജോലി കിട്ടുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലോ ചിലപ്പോൾ വിദേശത്തോ പോകേണ്ടി വരും. പക്ഷേ അമ്മയെ ഒരിക്കലും ഞാൻ ഒറ്റപ്പെടുത്തുകയില്ല. പോരെ? മതി മോനെ. നീ എവിടെയായിരുന്നാലും നിന്റെ സ്നേഹം കിട്ടിയാൽ മാത്രം മതി. സാവിത്രി വീണ്ടും അടുക്കളയിലേക്ക് പോയി. മേശപ്പുറത്തിരുന്ന ഫോട്ടോയിൽ നിന്ന് സിതാര അയാളോട് നന്ദിപൂർവ്വം ചിരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ രാജീവിനൊരു കോൾ വന്നു. ബോൺ ഡിറ്റക്റ്റീവ് ഏജൻസിയിലെ റാം മോഹനാണ് വിളിച്ചത്. രാജീവ്, പുതിയ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേസിൽ അതിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. എങ്കിലും താങ്കൾ അത് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഓഫീസിലേക്ക് വരാൻ റാം. 11 മണി. ഓക്കെ. എന്തായിരിക്കും കേസിനെക്കുറിച്ചുള്ള പുതിയ വിവരം? ഇൻസ്പെക്ടർ ജഹാംഗീറും അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. സാവിത്രി അപ്പോൾ രാജീവിൻ്റെ അടുത്തേക്ക് വന്നു. ലീവ് തീർന്നു മോനെ. കുറച്ചു ദിവസം കൂടി നീട്ടിയാലോ എന്നാലോചിക്കുകയാണ്, അവർ പറഞ്ഞു. വേണ്ട, അമ്മ ഓഫീസിൽ പോകണം, ജോലി ചെയ്യണം, പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അമ്മ പഴയ അമ്മയാകണം, അയാൾ അഭ്യർത്ഥിച്ചു. അത് കേട്ടുകൊണ്ടാണ് ശാന്തമ്മ വന്നത്. ഇതേ കാര്യം കുറേ ദിവസമായി മോനെ ഞാനും ചേച്ചിയോട് പറയുന്നു. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ.
നാലാളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പം വേറൊന്നും ഓർക്കാൻ നേരം കിട്ടത്തില്ല. ശാന്തമ്മ ചേച്ചി പറഞ്ഞതാ ശരി. അമ്മ വേഗം റെഡിയാകുക. ഓഫീസിൽ ഞാൻ കൊണ്ടുചെന്ന് വിടാം. എങ്കിൽ ഞാനെന്തിനാ ഇവിടെ മടിച്ചിരിക്കുന്നത്? സാവിത്രി വേഗം സാരി ഉടുത്ത് ഓഫീസിൽ പോകാൻ തയ്യാറായി. അപ്പോഴേക്ക് അവർക്കുള്ള ടിഫിൻ ഒരുക്കി ശാന്തമ്മ കൊണ്ടുവന്നു. പോയിട്ട് വരാൻ ശാന്തമ്മേ. സാവിത്രിയെ അവരുടെ ഓഫീസിൽ കൊണ്ടുചെന്ന് വിട്ടാണ് രാജീവ് ബോണ്ട് ഡിറ്റക്റ്റീവ് ഏജൻസിയിലേക്ക് പോയത്. റാം മോഹൻ അയാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രാജീവ്, കിട്ടിയ വിവരം എത്രമാത്രം റെലവൻ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നേക്കാളേറെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. പറയൂ, എന്താണ്? അതിനു മുൻപ് ഒരു ചോദ്യം. മിസ് താര മാധവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? റാം മോഹൻ്റെ ചോദ്യം കേട്ട് അയാൾ ഒന്ന് പകച്ചു. താര മാധവ് എങ്ങനെ ചിത്രത്തിൽ വന്നു? അറിയാം. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന മൈസ്കർ മിൽസിന് അവരുമായി ബിസിനസ് ബന്ധങ്ങളുണ്ടായിരുന്നു. ആ നിലയ്ക്ക് അവരുമായി പലതവണ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്, രാജീവ് അറിയിച്ചു. അവർക്ക് ഇൻഡോ അമേരിക്കൻ സൊല്യൂഷൻസുമായും ബിസിനസ് ബന്ധങ്ങളുണ്ടോ? ഉണ്ടാവണം. എനിക്കറിയില്ല റാം മോഹൻ ഒരു നിമിഷം ആലോചിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ നിഗമനങ്ങൾക്ക് പ്രസക്തിയില്ല, അയാൾ പറഞ്ഞു. എന്താണ് സാറിന് കിട്ടിയ ഇൻഫർമേഷൻ? ഞങ്ങൾ മേജർ ജയറാമിൻ്റെ ടെലിഫോൺ കോൾസ് ഒന്ന് മോണിറ്റർ ചെയ്തു. മേജറും താര മാധവനും തമ്മിൽ ദിവസവും 4-5 തവണ സംസാരിച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും സംശയിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റാം. രാജീവിന് നിരാശ തോന്നി. അങ്ങനെ ബിസിനസ് ബന്ധമുണ്ടെങ്കിൽ തന്നെ അവർ വിളിക്കേണ്ടത് പേഴ്സണൽ മാനേജരായ ജയറാമിനെ അല്ലല്ലോ. അവരെപ്പോലെ ഒരു ബിസിനസ് മാഗ്നറ്റ് മൈസ്കർ മിൽസിൻ്റെ ജനറൽ മാനേജറിൽ കുറഞ്ഞ ഒരാളെ വിളിക്കുമോ? റാം മോഹൻ പറയുന്നത് വളരെ ശരിയാണെന്ന് അയാൾക്ക് തോന്നി. മാത്രമല്ല, ഈ ഫോൺ കോളുകളുടെ എണ്ണം കൂടുന്നത് കഴിഞ്ഞ മാസം 3-ാം തീയതി മുതലാണ്. 3-ാം തീയതിയുടെ പ്രാധാന്യം രാജീവിന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ മാസം 3-ാം തീയതിയായിരുന്നു സിതാരയുടെയും തൻ്റെയും മോതിരം മാറൽ ചടങ്ങ് നടന്നത്. രാജീവ് ഞെട്ടലോടെ അയാളെ നോക്കി. ഓർമ്മയുണ്ട്. റാം എന്താണ് ഉദ്ദേശിക്കുന്നത്? മുരളി ഭാസ്കർ സിതാരയെ കല്യാണം കഴിക്കാൻ ആലോചിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2 തവണ അയാളെ താര മാധവ് വിളിച്ചിരുന്നു. രാജീവ് ഒന്നും മിണ്ടിയില്ല. ഇൻഡോ അമേരിക്കൻ സൊല്യൂഷൻസിൽ പർച്ചേസ് മാനേജറായ മുരളി ഭാസ്കറിനെ താര മാധവ് വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല, വ്യക്തിപരമായ ഫോൺ കോളുകളല്ലാതെ. ഇത്രയും അറിഞ്ഞപ്പോൾ താര മാധവ് കഴിഞ്ഞ 3 മാസത്തിൽ നടത്തിയ ഫോൺ കോളുകളും ഞങ്ങൾ പരിശോധിച്ചു. ഏതാണ്ട് 17 തവണ താര താങ്കളെ വിളിച്ചിട്ടുണ്ട്. ശരിയാണ്, താര മാധവ് ഒരുപാട് തവണ തന്നെ വിളിച്ചിട്ടുണ്ട്. അതെല്ലാം ഔദ്യോഗികമായ വിളികളായിരുന്നോ? റാം മോഹൻ ചോദിച്ചു. അല്ല, ഏറെയും പേഴ്സണൽ കോളുകളായിരുന്നു, രാജീവ് തുറന്നു പറഞ്ഞു. ഇതിൽ നിന്നെല്ലാം ഒരു ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ ഞാൻ ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ട്. എന്താണത്? സിതാരയുടെ മരണത്തിൽ താര മാധവിന് പങ്കുണ്ട്. രാജീവ് ഞെട്ടി. എന്തു പങ്ക്? എന്തിനുവേണ്ടി താര മാധവ് അവളെ ഇല്ലാതാക്കണം? അതിൻ്റെ മറുപടി ആലോചിച്ചാൽ ഒരുപക്ഷെ താങ്കൾക്ക് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അർത്ഥവത്തായിരുന്നു റാം മോഹൻ്റെ വാക്കുകൾ. പെട്ടെന്ന് ഒരു സംശയം രാജീവിൻ്റെ മനസ്സിലേക്ക് വീണു. സിതാര എതിരാളിയാണെന്ന് താര മാധവിന് തോന്നിയോ? എങ്കിൽ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് രാജീവിൻ്റെ മനസ്സിൽ തെളിഞ്ഞു. മിസ് താര മാധവ് വച്ചു നീട്ടിയ ജോലി സ്വീകരിക്കണം. അവളെ അടുത്തറിയാനും രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനും അത് സഹായിക്കും. ഒപ്പം ജയരാമനോട് പ്രതികാരം വീട്ടാനും പറ്റും. താങ്ക് യു റാം മോഹൻ. ഞാൻ പിന്നീട് വിളിക്കാം. താങ്കൾ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ. രാജീവ് യാത്ര പറഞ്ഞിറങ്ങി. ആലോചിക്കാൻ അയാൾക്ക് ഒന്നുമില്ലായിരുന്നു. കാർ ഓടിച്ചുകൊണ്ട് തന്നെ അയാൾ താര മാധവിനെ വിളിച്ചു. ഹലോ രാജീവ്. അവളുടെ പ്രസന്നമായ സ്വരം വന്നു. മാഡം പ്രോമിസ് ചെയ്ത ഓഫർ സ്വീകരിക്കുകയാണ് ഞാൻ, അയാൾ അറിയിച്ചു. താങ്ക് യു രാജീവ്. ഇറ്റ്സ് എ വൈസ് ഡിസിഷൻ. രാജീവിന് ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരില്ല. അവൾ ആഹ്ലാദം മറച്ചുവെച്ചില്ല. ബട്ട് വൺ തിങ്, എനിക്കൊരു റിട്ടേൺ അപ്പോയിൻമെൻറ്റ് ഓർഡർ തരണം. അതിൽ ഡീറ്റെയിൽസും ഉണ്ടാവണം. സാലറി പ്ലസ് പെക്സ്. തീർച്ചയായും. നാളെ ഓർഡർ രാജീവിന് കിട്ടിയിരിക്കും. ഏത് അഡ്രസ്സിലാണ് കൊടുത്തയക്കേണ്ടത്? ഞാനിപ്പോൾ പനമ്പള്ളി നഗറിലാണ് താമസം, സിതാരയുടെ വീട്ടിൽ. ഓ, അവിടെയാണോ? അവളുടെ സ്വരത്തിലെ ഇഷ്ടക്കേട് അയാൾക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടു. ശരിക്കുമുള്ള അഡ്രസ് ഇപ്പോൾ തന്നെ ഞാൻ മെയിൽ ചെയ്യാം. പ്ലീസ് ഡു. അധികം പറയാതെ അവൾ സംസാരം അവസാനിപ്പിച്ചു. പിറ്റേന്ന് സ്പെഷ്യൽ മെസ്സഞ്ചർ വഴി കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജരായി നിയമിച്ചുകൊണ്ടുള്ള കത്ത് രാജീവിന് കിട്ടി. അടിയിൽ മിസ് താര മാധവാണ് ഒപ്പിട്ടിരിക്കുന്നത്. 2 ദിവസത്തിനകം തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലെ ഓഫീസിൽ ചാർജ് എടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. ജോലി സ്വീകരിച്ചിരിക്കുന്നുവെന്ന് അപ്പോൾ തന്നെ അയാൾ മെയിൽ അയച്ചു.
പിന്നെ അയാൾ ഹരിശങ്കർ മേനോനെ വിളിച്ചു. ഡാഡി, തൽക്കാലം ഞാൻ മുംബൈയിലേക്ക് വരുന്നില്ല. അദ്ദേഹത്തിന് നിരാശയായി. വൈ? എനിക്ക് ഇവിടെ തന്നെ വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് കിട്ടിയിരിക്കുന്നു. കൊച്ചിയിലല്ല, തിരുവനന്തപുരത്താണ്. അയാൾ പുതിയ ജോലിയെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ മേനോന് സന്തോഷമായി. കുഴപ്പമില്ല രാജീവ്, ഞാനും അതേ ഉദ്ദേശിച്ചുള്ളൂ. എ ചേഞ്ച് ഓർ പ്ലേസ്, അത് നിന്നെ സഹായിക്കും പലതും മറക്കാൻ. പക്ഷേ നീ മുംബൈയിലേക്കൊന്ന് വരണം. ഉടനെ വേണ്ട, അവിടെ ഒന്ന് സെറ്റിലായ ശേഷം. വരാൻ ഡാഡി. തിരുവനന്തപുരത്ത് എവിടെയാണ് താമസിക്കുന്നത്? കമ്പനി വക അക്കോമഡേഷൻ കിട്ടും. എൻ്റെ ഒരു ഫ്രണ്ടുണ്ടവിടെ, KS നായർ. യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. അവിടെ ഗവൺമെൻറ് സർവീസിലാണ്. നീ അവനെ കാണണം. അവൻ്റെ നമ്പറും അഡ്രസ്സും ഞാൻ മെയിൽ ചെയ്യാം. താങ്ക് യു ഡാഡി. മമ്മിയെ രാത്രിയിൽ വിളിച്ചോളാം. ഓക്കെ, എനിക്കിപ്പോൾ ഒരു കോൺഫറൻസ് ഉണ്ട്. ഓൾ ദി ബെസ്റ്റ് മൈ സൺ. താങ്ക് യു ഡാഡി. രാജീവ് പിന്നെ ജോൺ നെല്ലുവേലിയെയാണ് വിളിച്ചത്. താൻ കൊച്ചി വിടാൻ പോവുകയാണോ? വിശ്വസിക്കാനാവാതെ ജോൺ ചോദിച്ചു. സ്ഥിരമായിട്ടല്ല ജോൺ, താൽക്കാലികമായിട്ട്. എവിടെ പോയാലും ഞാൻ ഇവിടേക്ക് തിരിച്ചു വരും. ഞാനത് അഡ്വൈസ് ചെയ്യില്ല രാജീവ്. ഉയരങ്ങൾ മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതിലും വലിയ കമ്പനിയിൽ ഇതിലും വലിയ സ്ഥാനം കിട്ടിയാൽ മാത്രം ഇവിടെ വന്നാൽ മതി നിങ്ങൾ. നാളെ ഞാൻ പോകും. അതിനു മുൻപ് നമുക്കൊന്ന് കാണണ്ടേ? രാജീവ് ചോദിച്ചു. വേണം. ഇന്ന് കാസിനോയിൽ ഡിന്നർ. ജെയിംസിനെയും വിളിക്കാം. ഞങ്ങളുടെ വക ഒരു സെൻഡ് ഓഫ്. പോയിട്ട് ഞാൻ ഒരു ദിവസം വരാം. അപ്പോൾ എൻ്റെ വക പാർട്ടി. രാജീവ് പറഞ്ഞു. എഗ്രീഡ്. അത് കഴിഞ്ഞ് റാം മോഹനെയാണ് വിളിച്ചത്. പുതിയ ജോലിയെക്കുറിച്ച് രാജീവ് അയാളോട് പറഞ്ഞു. കൺഗ്രാജുലേഷൻസ്. അയാൾ അഭിനന്ദിച്ചു. പുതിയ ബോസ് ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആരാണ്? മിസ് താര മാധവ്. രാജീവ് അവിശ്വാസത്തോടെ റാം മോഹൻ വിളിച്ചു. യെസ്, നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. രഹസ്യങ്ങളുടെ ഉറവിടം തേടിയുള്ള യാത്രയുടെ ആരംഭം. ബെസ്റ്റ് ഓഫ് ലക്ക് മിസ്റ്റർ രാജീവ്. താങ്ക് യു. സിതാരയുടെ അമ്മയുടെ അടുത്ത് ഇക്കാര്യം എങ്ങനെ അവതരിപ്പിക്കും എന്നതായിരുന്നു രാജീവിൻ്റെ ഏറ്റവും വലിയ ദുഃഖം. മകൾക്ക് പകരം മകനെ കിട്ടിയ സന്തോഷത്തിലാണ് ആ പാവം സ്ത്രീ. പക്ഷേ പോകാതെ പറ്റില്ല. വൈകുന്നേരം സാവിത്രിയുടെ ഓഫീസിലേക്ക് അയാൾ ചെന്നു. രാവിലെ ഓഫീസിൽ പോകാനും തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാനും സുഖമൊന്നും എന്നെ പഠിപ്പിക്കേണ്ട മോനെ. കാറിലേക്ക് കയറുമ്പോൾ അവർ പറഞ്ഞു. ഇല്ലമ്മേ, പക്ഷേ അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു ഡ്രൈവറെ ഏർപ്പാട് ചെയ്യാൻ പോവുകയാണ്. മോന് വേറെ ജോലി കിട്ടിയിട്ടും മതി. ജോലി കിട്ടിയമ്മേ, നാളെ ഞാൻ പോകും. അയാൾ വിശദമായി അക്കാര്യം അവരോട് പറഞ്ഞു. പെട്ടെന്ന് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. മോൻ പൊയ്ക്കോ, ഞാൻ തടയുകയില്ല. നല്ല ജോലി കിട്ടിയാൽ എൻ്റെ സിതാരയും പോയേനെ. അമ്മ വിഷമിക്കണ്ട. ആഴ്ചയിലൊരിക്കൽ ഞാൻ അമ്മയെ കാണാൻ വരും. സാവിത്രിയെ വീട്ടിൽ കൊണ്ടു ചെന്ന് വിട്ടിട്ട് അയാൾ ഐലൻഡിലേക്ക് പോയി. 7:30 ഹോട്ടലിൽ ജോണും ജെയിംസും ഒത്ത് ഡിന്നർ. തിരിച്ചെത്തിയപ്പോൾ 9:30. അയാൾ കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ കുറേ നേരം ഇരുന്നു. ഡാഡിയുടെ മെയിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു. KS നായരുടെ നമ്പറും അഡ്രസ്സും. രാജീവ് അതിൽ നിന്നും കുറിച്ചെടുത്തു. ഉറങ്ങാൻ കിടക്കുമ്പോൾ താരാമാധവൻ്റെ വിളി വന്നു. നാളെ രാജീവ് എപ്പോഴെത്തും തിരുവനന്തപുരത്ത്? ഉച്ചയ്ക്ക് മുൻപ്. മറ്റന്നാളെ ജോയിൻ ചെയ്യുന്നുള്ളൂ. അത് മതി. നാളെ സിറ്റിയിലെത്തുമ്പോൾ അവിടുത്തെ എൻ്റെ മാനേജർ വിളിക്കും. ഒരാഴ്ച ഹോട്ടലിൽ താമസിക്കേണ്ടി വരും. ഹീ വിൽ അറേഞ്ച് എവറിത്തിങ്. ഒരാഴ്ച കഴിഞ്ഞ് കവടിയാറിൽ വില്ല റെഡിയാകും. അതും മതി. ഗുഡ് നൈറ്റ് രാജീവ്. ഗുഡ് നൈറ്റ്. ഫോൺ വെച്ചിട്ട് രാജീവ് ഒന്ന് മന്ദഹസിച്ചു. ഞാൻ വരുന്നു മിസ് താര, നിന്റെ മുഖം മൂടി ചീന്തിയെറിയാൻ. പിറ്റേന്ന് രാവിലെ അയാൾ തിരുവനന്തപുരത്തിന് പുറപ്പെട്ടു. കസ്തൂരി മെല്ലെ വസ്ത്രങ്ങൾ എടുത്തു ധരിച്ചു. അതു നോക്കിക്കൊണ്ട് ജയരാമൻ വെറുതെ കിടന്നു. ഹാൻഡ്ബാഗിൽ നിന്നും ചീപ്പെടുത്ത് അവൾ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുൻപിൽ ചെന്നിരുന്ന് മുടി ചീകാൻ തുടങ്ങി. കൃഷ്ണേട്ടൻ എപ്പോൾ വരും? അവൾ ചോദിച്ചു. ഉച്ചയോടെ വരും. 1-ാം തീയതിയിലെ ഗുരുവായൂർ ദർശനം ഒരു കാരണവശാലും മുടക്കരുതെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. കസ്തൂരി ചിരിച്ചു. എന്തായാലും ഒരു അപകടം ഒഴിവായി കിട്ടി അല്ലേ? അവൾ ചോദിച്ചു. അവൾ ഉദ്ദേശിച്ചതെന്തെന്ന് അയാൾക്ക് മനസ്സിലായില്ല. എന്തപകടം? അവൾ എഴുന്നേറ്റ് വന്നു. രാജീവ് ഇന്ന് രാവിലെ സ്ഥലം വിട്ടില്ലേ? ഓ അതോ, ഒക്കെ താരയുടെ മിടുക്കാണ്. ഇനി അവനെക്കുറിച്ച് പേടി വേണ്ട. അവൾ അവനെ കൈകാര്യം ചെയ്തോളും. കസ്തൂരി ഷാളെടുത്ത് മാറത്ത് അലക്ഷ്യമായി ഇട്ടു. മിസ് താര മാധവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സുന്ദരിയാണോ പാർട്ടി? യെസ്, അവളെ കണ്ടാൽ ഒരു ഹിന്ദി സിനിമാ താരമാണെന്നേ തോന്നൂ. ബിസിനസ്സുകാരിയാണെന്ന് ആർക്കും തോന്നില്ല. സൗന്ദര്യം മാത്രമല്ല, ആ തല നിറയെ ബുദ്ധിയുമുണ്ട്, അയാൾ പറഞ്ഞു. കസ്തൂരി ഹാൻഡ്ബാഗ് എടുത്ത് ചുമലിൽ തൂക്കി. ഞാൻ ഇറങ്ങട്ടെ? യെസ്, ഞാൻ വിളിക്കാം. അയാളുടെ കവിളിൽ ഒരു ഉമ്മ വെച്ചിട്ട് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴാണ് ദീപ്തിയെ ഒന്ന് വിളിക്കണമെന്ന് ജയരാമന് തോന്നിയത്.
മൊബൈലെടുത്ത് അയാൾ അവളെ വിളിച്ചു. എന്തു ചെയ്യാ മോളെ? അസൈൻമെൻ്റ് ഉണ്ട്. ഡാഡി വീട്ടിലായിരിക്കും അല്ലേ? അതെ മോളെ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. അശ്വതി താഴേക്കിറങ്ങിച്ചെന്നു വാതിൽ തുറന്നു. സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് പുറത്തു നിന്നത്. മിസ്റ്റർ KS നായരുടെ വീടല്ലേ ഇത്? അതെ, അവൾ പറഞ്ഞു. അദ്ദേഹമുണ്ടോ? ഇല്ല, ഈ സ്പോട്ടിൽ മാരേജുണ്ട്. അവിടെ പോയിരിക്കുകയാണ് അങ്കിളും ആൻറ്റിയും. ഉച്ച കഴിയും വരാൻ. എൻ്റെ പേര് രാജീവ്. എൻ്റെ ഡാഡിയുടെ ഫ്രണ്ടാണ് അങ്കിൾ. വരുമ്പോൾ ഞാൻ വന്നിരുന്നുവെന്ന് പറഞ്ഞാൽ മതി. ശരി. കുട്ടി അങ്കിളിൻ്റെ മോളാണോ? അല്ല, പേയിങ് ഗസ്റ്റാണ്. പേര് അശ്വതി. ഓക്കെ, ഞാൻ പിന്നെ വന്നോളാം. അയാൾ കാറിൽ കയറി പോകുന്നതുവരെ അവൾ നോക്കി നിന്നു. പിന്നെ വാതിലടച്ച് മുകളിലേക്ക് ഓടിക്കയറി. എടി, ആരാ വന്നതെന്ന് മനസ്സിലായോ? അങ്കിളിൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ. പേര് രാജീവ്. ഹാൻസം ഗൈ. കണ്ണെടുക്കാൻ തോന്നില്ല. ആരാധനയോടെ അശ്വതി പറഞ്ഞു. ഞാൻ കണ്ടു അയാൾ ചെന്ന് കാറിൽ കയറുന്നത്. അത്ര സുന്ദരനായിട്ട് എനിക്ക് തോന്നിയില്ല. താല്പര്യമില്ലാത്ത ഭാവത്തിൽ അവൾ പുസ്തകത്തിലേക്ക് മടങ്ങി. അയാൾ ഇനിയും വരും. ഞാനൊന്ന് മുട്ടി നോക്കട്ടെ. കിട്ടുമെങ്കിൽ വീഴ്ത്തിക്കോ. ദീപ്തി അനുവാദം കൊടുത്തു. അശ്വതി പുഞ്ചിരിച്ചു. അധ്യായം 4. ഗേറ്റിനു വെളിയിൽ കാറിൻ്റെ ഹോൺ മുഴങ്ങിയപ്പോൾ അശ്വതി എഴുന്നേറ്റു. അങ്കിളും ആൻറ്റിയും വന്നെന്ന് തോന്നുന്നു. നീ പ്രയാസപ്പെടേണ്ട. കോമളം ചെന്ന് വാതിൽ തുറന്നോളും. വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിൽ നിന്ന് കണ്ണുകളെടുക്കാതെ ദീപ്തി പറഞ്ഞു. അതിനാര് പറഞ്ഞു ഞാൻ ഗേറ്റ് തുറക്കാൻ പോവുകയാണെന്ന്? അശ്വതി നിഷ്കളങ്കത നടിച്ചു. അങ്കിളിൻ്റെ മോൻ അജിത് അമേരിക്കയിൽ നിന്ന് MCA കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ വരുമെന്ന് അറിഞ്ഞപ്പോൾ മുതൽ നീ ആൻറ്റിയെയും അങ്കിളിനെയും സോപ്പിടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പോടി. നാണം കൊണ്ട് അശ്വതിയുടെ മുഖം തൊടുത്തു. ദീപ്തി പൊട്ടിച്ചിരിച്ചു. കുറച്ചു മുൻപ് ഏതോ ഒരുത്തനെ കണ്ടപ്പോൾ തന്നെ നീ പ്രേമത്തിൽ വീണു. അജിത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടേയുള്ളൂ. അപ്പോൾ തന്നെ പുള്ളി നിന്റെ വുഡ്ബിയായി. എലിജിബിൾ ബാച്ചിലേഴ്സിനെ കാണുമ്പോൾ തന്നെ നീ ഇങ്ങനെ വീഴുന്നത് ഒട്ടും നന്നല്ല എൻ്റെ അശ്വതി. ദീപ്തി അവളെ ഉപദേശിച്ചു. എടി, മനുഷ്യരായാൽ ഇത്തിരി സൗന്ദര്യബോധം വേണം. സുന്ദരനായ ഒരു പുരുഷനെ കണ്ടാൽ ഒന്നും നോക്കാത്തവൾ ഒരു പെണ്ണല്ല. കാണണം, സൗന്ദര്യം ആസ്വദിക്കണം. വേണ്ടി വന്നാൽ കുറച്ച് സ്വപ്നങ്ങൾ നെയ്യണം. അശ്വതി പറഞ്ഞു. അടുത്ത സുന്ദരനെ കാണുന്നതുവരെ അല്ലേ? ദീപ്തി അവളെ പരിഹസിച്ചു. എടി, മനുഷ്യരായാൽ ബുദ്ധി മാത്രം പോരാ, വികാരങ്ങളും വേണം. എങ്കിലേ ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയൂ. നിനക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ വികാരങ്ങളില്ല. അശ്വതി വാദിച്ചു. കാണുന്ന ആണുങ്ങളെയൊക്കെ പ്രേമിക്കാനുള്ള വികാരമൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ സ്റ്റെയർ കേസ് കയറി മാലതി മുകളിലേക്ക് വന്നു. വെളുത്തു തടിച്ച മധ്യവയസ്കയാണ് അവർ. അവരെ കണ്ട് ദീപ്തി പെട്ടെന്ന് നിശബ്ദയായി. കൂട്ടുകാരികൾ രണ്ടുപേരും എന്തോ ചൂടുപിടിച്ച ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ. ചിരിച്ചുകൊണ്ട് മാലതി പറഞ്ഞു. അത് ആൻറ്റി, ഇവൾ പറയുകയാ. നിങ്ങൾ രണ്ടുപേരും ഇന്ന് പോയത് അങ്കിളിൻ്റെ കൂട്ടുകാരൻ്റെ മകളുടെ മാരേജിനാണെന്ന്. ഞാൻ പറഞ്ഞു ആൻറ്റിയുടെ കൂട്ടുകാരിയുടെ മകൻ്റെ മാരേജിന് പോയതെന്ന്. ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവൾ സമ്മതിക്കുന്നില്ല. ദീപ്തി പെട്ടെന്ന് ഒരു കഥയുണ്ടാക്കി. അശ്വതി അത്ഭുതത്തോടെ അവളെ നോക്കി. രണ്ടുപേരും പറഞ്ഞത് ശരിയാ. അങ്കിളിൻ്റെ കൂട്ടുകാരൻ്റെ മകളായിരുന്നു വധു. എൻ്റെ കൂട്ടുകാരിയുടെ മകനാണ് വരൻ, മാലതി പറഞ്ഞു. 3 പേരും ചിരിച്ചു. രാജീവിൻ്റെ കാര്യം പെട്ടെന്ന് അശ്വതിക്ക് ഓർമ്മ വന്നു. അങ്കിളിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോൻ കുറച്ചു മുൻപേ വന്നിരുന്നു. ഞാൻ പറഞ്ഞു രണ്ടുപേരും കൂടെ മാരേജിന് പോയിരിക്കുവാണെന്ന്. എന്തിനാണ് വന്നതെന്ന് പറഞ്ഞോ? ഇല്ല, പിന്നെ വന്ന് കണ്ടോളാമെന്നാ പറഞ്ഞത്. പേര് ചോദിച്ചില്ലേ അശ്വതി? ചോദിക്കാതെ തന്നെ പറഞ്ഞു രാജീവ്. ഓ, രാജീവ് വന്നോ? അങ്കിളിന് മുംബൈയിൽ ഒരു ഫ്രണ്ടുണ്ട്, ഹരിശങ്കർ മേനോൻ. പുള്ളിയുടെ മോനാ. ഇന്നലെ അങ്കിളിനെ മേനോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാജീവ് ഇവിടെ ഏതോ ജോലി കിട്ടി വന്നതാ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കണമെന്ന് പറയാനാ വിളിച്ചത്, മാലതി അറിയിച്ചു. എന്ത് ഹെൽപ്പ്? അശ്വതി വിട്ടില്ല. ദീപ്തി നിശബ്ദയായി എല്ലാം കേട്ടിരുന്നതേയുള്ളൂ. താമസ സൗകര്യം ശരിയായിട്ടില്ലെങ്കിൽ ഇവിടെ അക്കമഡേഷൻ കൊടുക്കണമെന്നാ പറഞ്ഞത്. മേനോൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അങ്കിൾ അത് തള്ളിക്കളയത്തില്ല. മേനോൻ അത്രയ്ക്ക് വേണ്ടപ്പെട്ടവനാ അങ്കിളിന്. ഇവിടെ താമസിപ്പിക്കാനോ? അശ്വതിക്ക് അത്ഭുതമായി. താഴെ ബെഡ്റൂമുണ്ടല്ലോ. അജിത് വരുന്നതുവരെ രാജീവിന് അവിടെ താമസിക്കാം. അത് കഴിഞ്ഞ് വേറെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്താൽ മതിയല്ലോ. അത് നേരാ, അങ്കിളിന് ഒരു കമ്പനിയാകും. അശ്വതി പിന്താങ്ങി. രാജീവ് നമ്പർ വല്ലതും തന്നോ? ഇല്ല ആൻറ്റി, ഞാൻ ചോദിക്കാനും വിട്ടു. അശ്വതിക്ക് നിരാശയായി. സാരമില്ല, രാജീവ് വരാമെന്നല്ലേ പറഞ്ഞത്. തൽക്കാലം വല്ല ഹോട്ടലിലുമായിരിക്കും താമസം. ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ട് വരാം. മാലതി താഴേക്ക് ഇറങ്ങിപ്പോയി. അശ്വതി ചെന്ന് ദീപ്തിയുടെ കട്ടിലിലിരുന്നു. കഴിഞ്ഞയാഴ്ചത്തെ എൻ്റെ വാരഫലം കൃത്യമായി സംഭവിക്കുന്ന ലക്ഷണമുണ്ടടി, അവൾ ആവേശത്തോടെ പറഞ്ഞു.
ദീപ്തി ചോദ്യഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. ജീവിത പങ്കാളിയാകാൻ പോകുന്ന പുരുഷനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുമെന്നും മാര്യേജിന് മുൻപ് 2 പേർക്കും റൊമാൻസിൽ ഏർപ്പെടാൻ സൗകര്യം കിട്ടുമെന്നുമാണ് എഴുതിയിരുന്നത്. രാജീവേട്ടൻ ഇവിടെ താമസം തുടങ്ങിയാൽ പിന്നെ റൊമാൻസിനാണോ പ്രയാസം? അയാൾ ഈ വീട്ടിൽ താമസത്തിന് വന്നാൽ അന്ന് തന്നെ ഞാനിവിടുന്ന് പോകും. എങ്ങോട്ട്? മനസ്സിലാകാത്ത മട്ടിൽ അശ്വതി അവളെ നോക്കി. ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക്. ശല്യം ചെയ്യാൻ ആണുങ്ങളാരും ഇവിടെ ഇല്ലല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ പേയിങ് ഗസ്റ്റായി ഞാൻ കൂടിയത്, ദീപ്തി പറഞ്ഞു. അതെന്തിനാ നീ ഇവിടുന്ന് പോകുന്നത്? ഞാനിവിടെ ഉള്ളിടത്തോളം കാലം പുള്ളി നിന്നെ ശല്യപ്പെടുത്താൻ വരില്ലടി. ആത്മവിശ്വാസത്തോടെ അശ്വതി നെഞ്ചു വിരിച്ചു നിന്നു. അപ്പോൾ നിനക്ക് അജിത്ത് ചേട്ടനെ വേണ്ടേ? അജിത്തേട്ടൻ വരുമ്പോഴേക്ക് ഇയാൾ പോകുമല്ലോ. അതുവരെയുള്ള റൊമാൻസ് മതി എനിക്ക്. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. ആര് വേണമെങ്കിലും ഇവിടെ താമസിക്കാൻ വരട്ടെ. പക്ഷേ ആ നിമിഷം ഞാൻ ഇവിടുന്ന് മാറും. അശ്വതി അവളെ മിഴിച്ചു നോക്കി. രാജീവ് ഹോട്ടലിൽ ചെന്നപ്പോൾ ഫിലിപ്പ് റോയ് അയാളെ കാത്ത് ലോബിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. 30 വയസ്സുള്ള സുമുഖനായ ഫിലിപ്പ് റോയ് കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസിൻ്റെ തിരുവനന്തപുരം ഓഫീസിലെ മാനേജരായിരുന്നു അയാൾ. രാജീവിനെ കണ്ട് പെട്ടെന്ന് അയാൾ എഴുന്നേറ്റു. ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഐ എം ഫിലിപ്പ് റോയ്. അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഹായ് ഫിലിപ്പ്. രാജീവ് അയാളുടെ കൈപിടിച്ചു കുലുക്കി. ഫിലിപ്പ് 2-3 തവണ വിളിച്ചിരുന്നു. മസ്കറ്റ് ഹോട്ടലിൽ സ്യൂട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാനാണ് ആദ്യം വിളിച്ചത്. വരുന്ന സമയം അറിയിച്ചതിനാൽ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറയാനാണ് വീണ്ടും വിളിച്ചത്. ഹോട്ടലിൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് അപ്പോൾ തന്നെ രാജീവ് അറിയിച്ചതാണ്. പക്ഷേ യാത്രയൊക്കെ സുഖമായിരുന്നോ സർ? ഫിലിപ്പ് ഉപചാരപൂർവ്വം ചോദിച്ചു. ഉവ്, കുഴപ്പമില്ലായിരുന്നു. റോയ് വരൂ, എൻ്റെ റൂമിലേക്ക് പോകാം, രാജീവ് ക്ഷണിച്ചു. കോറിഡോറിലൂടെ സൂട്ടിലേക്ക് അവർ സംസാരിച്ചുകൊണ്ട് നടന്നു. റോയ് എത്ര നാളായി കോണ്ടിനെൻ്റിൽ ചേർന്നിട്ട്? 1 വർഷം കഴിഞ്ഞു സർ. താമസം എവിടെയാണ്? വഞ്ചിയൂരിൽ. വിത്ത് ഫാമിലി? യെസ്. ഫാമിലി എന്ന് പറഞ്ഞാൽ വൈഫ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കുട്ടികളായിട്ടില്ല. നാൻസിയും ടെക്നോ പാർക്കിൽ തന്നെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഗുഡ്. രാജീവ് സ്യൂട്ട് തുറന്നു. വരൂ. അവർ അകത്തേക്ക് കയറി. ഇരിക്കൂ ഫിലിപ്പ്. അവർ സീറ്റുകളിൽ മുഖാമുഖം ഇരുന്നു. നാളെ സാർ എപ്പോഴാണ് ഓഫീസിലേക്ക് വരുന്നത്? ഫിലിപ്പ് ചോദിച്ചു. 9-ന് ഞാൻ റെഡിയാകും. ഞാൻ കാർ അയക്കാം സാർ. വേണ്ട ഫിലിപ്പ്, എൻ്റെ കാറുണ്ടല്ലോ, ഞാൻ വന്നോളാം. അത് വേണ്ട സാർ, ഫസ്റ്റ് ഡേ അല്ലേ. ഓഫീസ് കണ്ടുപിടിക്കാൻ സാർ ബുദ്ധിമുട്ടും. മാത്രമല്ല സാറിന് വേണ്ടി കമ്പനി വക ഡ്രൈവർ സഹിതം ഒരു കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ സഹിതം ഒരു കാർ ഉപയോഗിക്കുന്നത് അത്ര ബുദ്ധിയല്ലെന്ന് രാജീവിന് തോന്നി. സ്വാതന്ത്ര്യം കുറയും. തൻ്റെ തിരുവനന്തപുരം ജീവിതം ഇത്തിരി രഹസ്യ സ്വഭാവമുള്ളതായിരിക്കണം. എപ്പോൾ എങ്ങോട്ടും പോകേണ്ടി വരും, ആരെയും കാണേണ്ടി വരും. അതൊന്നും വേറാരും അറിയാൻ പാടില്ല. ദീപ്തി എവിടെയാണ് താമസമെന്ന് കണ്ടുപിടിക്കണം. കോളേജ് ഹോസ്റ്റലിലാണെങ്കിൽ അവളുമായി അടുപ്പത്തിലാകാൻ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. ഓക്കെ ഫിലിപ്പ്, നാളെ വണ്ടി വിട്ടോളൂ. ബട്ട് ഐ പ്രിഫർ സെൽഫ് ഡ്രൈവിംഗ്. ഫിലിപ്പ് അത് കേട്ട് പുഞ്ചിരിച്ചു. പക്ഷേ ട്രാഫിക്കിൽ കിടക്കുമ്പോൾ നമ്മുടെ ക്ഷമ നശിക്കും സാർ. ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് റിലാക്സായി യാത്ര ചെയ്യാം. അയാൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് രാജീവിന് തോന്നി. ഫിലിപ്പിന് കുടിക്കാൻ എന്താണ്? കോഫി പറയട്ടെ? പെട്ടെന്ന് രാജീവ് ആദിത്യ മര്യാദ ഓർത്തു. ഒന്നും വേണ്ട സർ. സർ കംഫർട്ടബിൾ ആണോന്നറിയാൻ വന്നതാണ് ഞാൻ. മാഡം പ്രത്യേകം പറഞ്ഞിരുന്നു. താര മാധവിൻ്റെ ഓർമ്മയിൽ രാജീവ് ചെറുതായി ഒന്ന് ഞെട്ടി. ഇനി അവളെ ഇടയ്ക്കിടെ കാണാതെ പറ്റില്ല. തൻ്റെ ബോസ് ആണല്ലോ അവൾ. മാഡം ഇപ്പോൾ എവിടെയുണ്ട്? ചെന്നൈയിലാണ്. വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തിരിച്ചെത്തും. നാളത്തെ മീറ്റിംഗിൽ മാഡവും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നാളെ തന്നെ കളി തുടങ്ങുകയാണ്. ആരാണ് ജനറൽ മാനേജർ? രാജീവ് ചോദിച്ചു. കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസിയെക്കുറിച്ച് പൊതുവെയുള്ള വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കേണൽ രമേഷ് സക്സേന. കരസേനയിൽ 10-20 വർഷത്തെ സർവീസുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയർ ആയിരുന്നു. രാജീവ് മെല്ലെ തലകുലുക്കി. IT കമ്പനികളിൽ കേണൽമാർ എന്താണ് ഇത്ര ആകർഷണീയത കാണുന്നത്? ഫിലിപ്പ് തന്നെ ഉടനെ ഉത്തരവും കൊടുത്തു. കമ്പനിയിലെ ഡിസിപ്ലിൻ, സെക്യൂരിറ്റിയൊക്കെ മിസ്റ്റർ സക്സേനയുടെ കയ്യിൽ ഭദ്രമാണ്. ഒരു കമാൻഡിംഗ് പവറുമുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും അത് കൃത്യസമയത്ത് നടന്നിരിക്കും. ഇപ്പോൾ തന്നെ എത്ര പേരുണ്ട് കമ്പനിയിൽ? 3 ഷിഫ്റ്റുകളിലായി 800-ലധികം എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും. കമ്പനിയെക്കുറിച്ച് അത്യാവശ്യ വിവരങ്ങൾ ഫിലിപ്പിൽ നിന്ന് രാജീവ് ചോദിച്ചറിഞ്ഞു. ഒടുവിൽ അയാൾ പോകാനായി എഴുന്നേറ്റു. അപ്പോൾ നാളെ കാണാം സാർ. താങ്ക് യു ഫോർ കമ്മിങ്. ഫിലിപ്പ് യാത്ര പറഞ്ഞു പോയി. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ലാതിരുന്നതുകൊണ്ട് രാജീവ് കുറേ നേരം TV കണ്ടു. പിന്നെ ഉറങ്ങി. ഉണർന്നെഴുന്നേറ്റ് കുളിച്ചു.
അത് കഴിഞ്ഞ് സിതാരയുടെ അമ്മയെ വിളിച്ച് അല്പനേരം സംസാരിച്ചു. അത് കഴിഞ്ഞാണ് ജോൺ നെല്ലുവേലിയുടെ വിളി വന്നത്. രാജീവ് എവിടെയാണിപ്പോൾ? ഹോട്ടലിലാണ്. ഞാനും ഹോട്ടലിലാണ്. ഒരു ബിയറുമായിട്ടിരിക്കുന്നു. തനിക്കിപ്പോൾ ബോറല്ലേ അവിടെ? കമ്പനി കൂടാൻ ആരുമില്ലാതെ? ശരിയാണ്. ഞാനിന്ന് നമ്മുടെ ഇൻസ്പെക്ടർ ജഹാംഗീറിനെ കണ്ടിരുന്നു. അയാൾ ഇത്തിരി ചൂടിലാണ്. എന്താ കാര്യം? ഉത്കണ്ഠയോടെ രാജീവ് ചോദിച്ചു. താൻ പുതിയ ജോലി കിട്ടി തിരുവനന്തപുരത്തേക്ക് പോയത് അറിയിക്കാതെയാണ് പോലും. പുള്ളിക്ക് അതത്ര രസിച്ചില്ല. അതിന് ഞാൻ സംസ്ഥാനം വിട്ട് പോയില്ലല്ലോ. ചിലപ്പോൾ അയാൾ തന്നെ വിളിച്ചേക്കും. അത് സാരമില്ല. അയാളെ ഞാൻ മാനേജ് ചെയ്തോളാം. ഡോൺ വറി. അല്പനേരം കൂടി സംസാരിച്ച ശേഷമാണ് ജോൺ സംഭാഷണം അവസാനിപ്പിച്ചത്. രാത്രിയിൽ രാജീവ് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ അയാളുടെ മൊബൈലിൽ ഒരു കോൾ വന്നു. നോക്കിയപ്പോൾ മിസ് താര മാധവാണ് വിളിക്കുന്നത്. സമയം 11:30 മണി. ഹലോ രാജീവ്, ഉറങ്ങാൻ കിടന്നില്ലല്ലോ? വളരെ മൃദുവായ സ്വരമായിരുന്നു അവളുടേത്. ഇല്ല, ഞാനിപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. ആക്കുളത്ത് എനിക്കൊരു വീടുണ്ട്. അവിടെ. അവൾ ഇന്ന് ചെന്നൈയിൽ നിന്ന് വരുമെന്ന് ഫിലിപ്പ് പറഞ്ഞിരുന്നല്ലോ. ഹോട്ടൽ എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് വില്ല വാങ്ങിയത്. ആക്കുളം കായലിനെ ഫേസ് ചെയ്യുന്ന ഒരു ബംഗ്ലാവ്. വൺ ഡേ യു മസ്റ്റ് കം ഹിയർ. ഇവിടെ 2ാമത്തെ നിലയിൽ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഒരു ദിവസം ഞാൻ വരാം. താരയെ അടുത്തറിയണമെങ്കിൽ പോണം, കാണണം, സംസാരിക്കണം. ചെന്നൈയിൽ നിന്ന് നേരെ കൊച്ചിക്ക് പോകാനാണ് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. രാജീവിന് വേണ്ടിയാണ് ഞാനത് മാറ്റിവെച്ച് തിരുവനന്തപുരത്തേക്ക് വന്നത്. വെരി നൈസ് ഓഫ് യു, അയാൾ പറഞ്ഞു. നാളെ രാജീവിന് വേണ്ടി ഓഫീസിലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ. രാജീവ് എൻ്റെ ആളാണെന്ന് ടോപ്പ് മാനേജ്മെൻറ്റിൽ എല്ലാവർക്കും നാളെ തന്നെ മനസ്സിലാകണം. അതിനു വേണ്ടിയാണ്. താങ്ക് യു മാഡം. ആ ഔപചാരികത അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. വൈ ഡോണ്ട് യു കോൾ മീ താര? യു ആർ മൈ ബോസ്, അയാൾ ഓർമ്മിപ്പിച്ചു. നോ, യു ആർ മൈ ഫ്രണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ മതി മാഡവും മിസ് താരയുമൊക്കെ. ഞാൻ ശ്രമിക്കാം. ഈ സൗഹൃദം ഏതറ്റം വരെ പോകുമെന്ന് അറിയണമല്ലോ. സോ വി വിൽ ബി മീറ്റിംഗ് ടുമോറോ, അവൾ പറഞ്ഞു. യെസ്, ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് എ മെമ്മറബിൾ ഡേ. വിസ്മരിക്കാനാവാത്ത ഒരു ദിവസമാകാൻ പോകുന്നത്രേ നാളെ. രാജീവിൻ്റെ ഉള്ളൊന്നു കാളി. എന്താണ് താര ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഇന്നത്തെ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ ഞാനായിട്ട് രാജീവിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അയാൾ ആശ്വാസത്തോടെ ഫോൺ വെച്ചു. ഉറങ്ങാൻ കിടക്കും മുൻപ് അയാൾ സിതാരയുടെ ഫോട്ടോ എടുത്തു നോക്കി. നിഷ്കളങ്കമായ പുഞ്ചിരി. സിതാര, നിനക്ക് വേണ്ടിയാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുന്നത്. നിനക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ. എൻ്റെ ഈ അന്വേഷണ യാത്രയിൽ എപ്പോഴെങ്കിലും കാലിടറിയാൽ നിന്റെ ആത്മാവ് എന്നോട് ക്ഷമിക്കില്ലേ? അയാൾ ഫോട്ടോയോട് ചോദിച്ചു. ഫോട്ടോയിലിരുന്ന് അപ്പോഴും സിതാര പുഞ്ചിരിച്ചു. ഗുഡ് നൈറ്റ്. അയാൾ ആ ഫോട്ടോ പേഴ്സിൽ വെച്ചു. എന്നിട്ട് നീണ്ടു നിവർന്ന് ഉറങ്ങാൻ കിടന്നു. യാത്രാക്ഷീണവും AC-യുടെ തണുപ്പും കാരണം അയാൾ പെട്ടെന്ന് ഉറങ്ങി. രാജീവ് പതിവ് പോലെ അതിരാവിലെ ഉണർന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഡ്രസ്സ് ചെയ്ത് 8:30 അയാൾ തയ്യാറായി നിന്നു. ചാരനിറത്തിലുള്ള സ്യൂട്ടാണ് അയാൾ ധരിച്ചത്. 9:10 മിനിറ്റുള്ളപ്പോൾ റിസപ്ഷനിൽ നിന്ന് വിളി വന്നു. ഗുഡ് മോർണിംഗ് സാർ. സാറിനെ കൊണ്ടുപോകാൻ വണ്ടി വന്നിട്ടുണ്ട്. താങ്ക് യു, ഞാനിതാ വരുന്നു. ബ്രീഫ് കേസ് എടുത്ത് വാതിൽ പൂട്ടി അയാൾ റിസപ്ഷനിലേക്ക് ചെന്നു. യൂണിഫോം ധരിച്ച ഒരു ഡ്രൈവർ വന്ന് പെട്ടെന്ന് ബ്രീഫ് കേസിനായി കൈ നീട്ടി. നെവർ മൈൻഡ്, ഇതിനത്ര ഭാരമൊന്നുമില്ല, പുഞ്ചിരിയോടെ രാജീവ് പറഞ്ഞു. തലയ്ക്കുള്ളിൽ നിന്ന് അപ്പോൾ ഒരാൾ പറഞ്ഞു. രാജീവ്, നിങ്ങളിപ്പോൾ വെറും മാനേജരല്ല, ഒരു വലിയ കമ്പനിയുടെ ഡെപ്യൂട്ടി മാനേജറാണ്. ആ പദവിയുടെ പ്രൗഢി പെരുമാറ്റത്തിൽ വേണം. വേണ്ട സാർ, ഞാൻ പഴയ രാജീവ് മേനോൻ മാത്രമാണ്. ഇത് വെറുമൊരു താൽക്കാലിക വേഷം മാത്രം. വലിയ ഒരു കറുത്ത കാറാണ് അയാളെ കൊണ്ടുപോകാൻ വന്നത്. ഡ്രൈവർ ബാക്ക് ഡോർ തുറന്നു പിടിച്ചു. അയാൾ കാറിൽ കയറിയിരുന്നു. ഹോട്ടലിൻ്റെ ഗേറ്റ് കടന്ന് കാർ മെല്ലെ റോഡിലെ ട്രാഫിക്കിലേക്ക് ഒഴുകിയിറങ്ങി. 1/2 മണിക്കൂറിലേറെ എടുത്തു ഓഫീസിലെത്താൻ. കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസ് ഒരു കൂറ്റൻ 6 നില കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. രാജീവ് കാറിൽ നിന്നിറങ്ങിയപ്പോഴേക്ക് ഫിലിപ്പ് റോയിയുടെ നേതൃത്വത്തിൽ 4-5 പേർ വന്ന് പൂച്ചെണ്ടു കൊടുത്ത് അയാളെ സ്വീകരിച്ചു. ഹാർട്ടി വെൽക്കം സാർ. താങ്ക് യു. സാറിനു വേണ്ടി GM വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. 2ാമത്തെ നിലയിലായിരുന്നു ജനറൽ മാനേജർ കേണൽ വിജയ് സക്സേനയുടെ ഓഫീസ്. ലിഫ്റ്റിൽ ഫിലിപ്പിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് രാജീവ് പോയി. ആജാനുബാഹുവായ കഷണ്ടിത്തലയും കട്ടിമീശയുമുള്ള ആളായിരുന്നു സക്സേന. 2 കൈയും നീട്ടി രാജീവിനെ അദ്ദേഹം സ്വീകരിച്ചു. വെൽക്കം മൈ ബോയ്. അവർ അല്പനേരം സംസാരിച്ചു.
പട്ടാളക്കാരനായിരുന്നെങ്കിലും നല്ല നർമ്മബോധമുള്ള ആളായിരുന്നു സക്സേന. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ബെല്ലടിച്ചു. അതെടുത്ത് അദ്ദേഹം ഒരു നിമിഷം സംസാരിച്ചു. ഓക്കെ മാഡം, നമുക്ക് കോൺഫറൻസ് റൂമിലേക്ക് പോകാം. മിസ് താര മാധവ് ഉടൻ വരും. അതേ ഫ്ലോറിലുള്ള കോൺഫറൻസ് റൂമിലേക്ക് രാജീവിനെ കേണൽ സക്സേന കൊണ്ടുപോയി. 4-5 മാനേജർമാർ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സക്സേനയെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് അഭിവാദനം ചെയ്തു. മീറ്റ് മിസ്റ്റർ രാജീവ് മേനോൻ, അവർ യങ് വൈസ് ക്യാപ്റ്റൻ ഓഫ് ദിസ് ഷിപ്പ്. അദ്ദേഹം ഓരോരുത്തരെയും രാജീവിന് പരിചയപ്പെടുത്തി കൊടുത്തു. രാജീവ് എല്ലാവരുടെയും കൈ പിടിച്ചു കുലുക്കി. അപ്പോൾ വാതിൽ തുറന്ന് മിസ് താര മാധവ് കോൺഫറൻസ് റൂമിലേക്ക് കയറി വന്നു. പെട്ടെന്ന് എല്ലാവരും നിശബ്ദരായി. ശരീരത്തോട് പറ്റിപ്പിടിച്ചു കിടക്കുന്ന ഒരു മെറൂൺ സിൽക്ക് സാരിയാണ് അവൾ ഉടുത്തിരുന്നത്. കൈനീളം കുറഞ്ഞ ബ്ലൗസ്, ചുമലപ്പം കിടക്കുന്ന മുടി, കഴുത്തിൽ വൈരമാല, കാതുകളിൽ അതിന് യോജിക്കുന്ന കമ്മൽ. ഗുഡ് മോർണിംഗ് എവരിബഡി, പ്രസന്നമായ സ്വരത്തിൽ അവൾ പറഞ്ഞു. എല്ലാവരും അവൾക്ക് അഭിവാദ്യം ചെയ്തു. വെൽക്കം രാജീവ്. പെട്ടെന്ന് താര മാധവ് അയാൾക്ക് നേരെ കൈനീട്ടി. താങ്ക് യു. അയാൾ കൈനീട്ടി അവളുടെ കയ്യിൽ പിടിച്ചു. മൃദുവായ കൈവിരലുകളായിരുന്നു അവളുടേത്. പക്ഷേ ആ വിരലുകളിലൂടെ ഒരു കാന്തശക്തി തൻ്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നത് ഞെട്ടലോടെ രാജീവ് പറഞ്ഞു. അടുത്ത ഭാഗം നാളെ.